സമൂഹത്തിൽ ദൃഢമായ അന്ധവിശ്വാസത്തെയും ആൾദൈവ വിശ്വാസത്തെയും തുറന്നു കാണിക്കുന്ന മഹാഗുരുക്കന്മാരും ആൾദൈവ വിഭ്രാന്തിയും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ജോസ്റ്റിൻ ഫ്രാൻസിസ് സംസാരിക്കുന്നു. ഇദ്ദേഹത്തെ ഇഗ്നൈറ്റ് വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഡോക്ടർ ജോസ്റ്റിൻ ഫ്രാൻസിസ് കൽപ്പറ്റയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. കൽപ്പറ്റ ജനറൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സൈക്യാട്രിസ്റ്റാണ്. ഞാൻ സമയപരിമിതി മൂലം ആമുഖങ്ങളില്ലാതെ നേരിട്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്. സോമനാഥ ക്ഷേത്രം ഇന്ത്യയിലെ, അല്ലെങ്കിൽ പുരാതന ഇന്ത്യയിലെ, വേദകാല ഇന്ത്യയിലെ 12 ജ്യോതിർലിംഗങ്ങളിൽ ഒന്ന് സ്ഥിതി ചെയ്തിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന സോമനാഥ ക്ഷേത്രം. ഇത് ഗുജറാത്തിൻ്റെ പടിഞ്ഞാറൻ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇത് കോമൺ എറയ്ക്കും മുമ്പേ ഏതോ ചരിത്രാതീത കാലത്തു നിന്നൊക്കെ, ചാലൂക്യരുടെ കാലത്തൊക്കെ നിർമ്മിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ശിവക്ഷേത്രമാണ് സോമനാഥ ക്ഷേത്രം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ 1951 സോമനാഥ ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ച് വലിയൊരു രാഷ്ട്രീയ വിവാദം നടക്കുകയുണ്ടായി. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയും ഏഷ്യൻ ജനാധിപത്യത്തിന്റെ ശില്പി എന്നും അറിയപ്പെട്ട ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആ വിവാദങ്ങളുടെ കേന്ദ്രം. അന്ന് പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദുമായിട്ടായിരുന്നു ഈ കാര്യത്തിൽ തർക്കം ഉണ്ടായത്. എന്തായിരുന്നു സോമനാഥ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള തർക്കം? സോമനാഥ ക്ഷേത്രം അതിന്റെ ചരിത്ര വഴികളിൽ 4 or 5 പ്രാവശ്യം തകർക്കപ്പെടുന്നുണ്ട്. മുഹമ്മദ് ഗസ്നി 1024 മുഹമ്മദ് ഗസ്നി, 1266 സുൽത്താനേറ്റിന്റെ കാലത്ത് അലാവുദ്ദീൻ ഖിൽജി, പിന്നീട് 1300കളിൽ സഫർ ഖാൻ, പിന്നീട് 17ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 1665 ഔറംഗസേബ്, മുഗൾ ചക്രവർത്തിയായിരുന്ന ഔറംഗസേബ്. ഇങ്ങനെ നിരവധി ആക്രമണങ്ങളെ നേരിട്ട് അതിൽ തകർക്കപ്പെട്ട ചരിത്രമുള്ള ഒരു ശിവക്ഷേത്രമാണ് സോമനാഥ ക്ഷേത്രം. ഈ സോമനാഥ ക്ഷേത്രം പുനർനവീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ വിവാദം കത്തിപ്പടർന്നത്. ജുനാർഗഡ് സ്റ്റേറ്റിനെ 1947 ഇന്ത്യൻ യൂണിയനോട് ചേർത്തതിന് സർദാർ വല്ലഭായ് പട്ടേൽ നൽകിയൊരു വാഗ്ദാനമായിരുന്നു സോമനാഥ ക്ഷേത്രത്തിന്റെ പുനരുത്ഥാനം. അതിന് വല്ലഭായ് പട്ടേലിന് തന്നെയായിരുന്നു ഇതിന്റെ ചാർജ്. അദ്ദേഹം പിന്നീട് മഹാത്മാഗാന്ധിയോട് ഇതില് അഭിപ്രായം ആരായുന്നുണ്ട്. ഗാന്ധി പറയുന്നത് ഇത് നമ്മുടെ രാഷ്ട്രത്തിന്റെ ഖജനാവിൽ നിന്നെടുത്ത് സോമനാഥ ക്ഷേത്രം പുതുക്കി പണിയരുത്, അതിന്റെ ഫണ്ട് പബ്ലിക്കിൽ നിന്ന്, ജനങ്ങളിൽ നിന്ന് തന്നെ വരണം. പട്ടേൽ ആ നിർദ്ദേശം സ്വീകരിച്ചു. പിന്നീട് പട്ടേൽ മരണപ്പെടുന്നു. പട്ടേലിന്റെ മരണത്തിന് ശേഷം KM മുൻഷി, സ്വാതന്ത്ര്യ സമര സേനാനിയും നെഹ്റുവിന്റെ ക്യാബിനറ്റിലെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയുമായിരുന്ന KM മുൻഷിക്കാണ് പിന്നീട് ഇതിന്റെ ചാർജ് കിട്ടുന്നത്. പക്ഷെ ആദ്യകാലം തൊട്ടേ ജവഹർലാൽ നെഹ്റു ഇതിനോട് വിമുഖത കാണിക്കാനുണ്ടായത്. അദ്ദേഹം മുൻഷിക്ക് എഴുതുന്നുണ്ട്, ഇത് ഹിന്ദു റിവൈവലിസമാണ്, ഹൈന്ദവീയതയുടെ പുനരുദ്ധാരണമാണ്. ഇത് നവീനമായ ഒരു രാഷ്ട്രത്തില്, അല്ലെങ്കിൽ മതേതര മൂല്യങ്ങളെ ഉൾക്കൊള്ളാൻ പോകുന്ന, അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കുന്ന ഒരു രാഷ്ട്രത്തിന് ഒരിക്കലും ഭൂഷണമല്ല എന്ന് നെഹ്റു കരുതിയിരുന്നു. അദ്ദേഹം അതിനെ വളരെ വ്യക്തമായിട്ടുള്ള ഭാഷയിൽ ഹിന്ദു റിവൈവലിസം എന്ന് തന്നെ വിശേഷിപ്പിച്ചു. പിന്നീട് മുൻഷി അതിനോട് വിയോജിക്കുന്നുണ്ട്. അതിനുശേഷം ഈ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന് ശേഷം 1951 മെയ് മാസത്തിൽ അന്ന് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന രാജേന്ദ്ര പ്രസാദിനെ ഈ ജ്യോതിർലിംഗത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി ക്ഷണിക്കുന്നുണ്ട്. അന്ന് രാജേന്ദ്ര പ്രസാദ് ആ ക്ഷണം സ്വീകരിച്ചു. മഹാനായ നെഹ്റു രാജേന്ദ്ര പ്രസാദിന് എഴുതുന്നുണ്ട്, I confess that I do not like the idea of your associating yourself with a spectacular opening of the Somnath temple. This is not merely visiting a temple, which can certainly be done by you or anyone else, but rather participating in a significant function which unfortunately has a number of implications. പക്ഷേ രാജേന്ദ്ര പ്രസാദ്
നെഹ്റുവിന്റെ ഈ വിയോജിപ്പിനെ തള്ളിക്കൊണ്ട് സോമനാഥ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തില് അല്ലെങ്കിൽ അതിന്റെ ലിംഗപ്രതിഷ്ഠയ്ക്ക് പോകുന്നു. ആ ചടങ്ങില് പങ്കെടുക്കുന്നു. ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതിയായിരുന്ന രാജേന്ദ്ര പ്രസാദ് ആ ലിംഗപ്രതിഷ്ഠയില് പങ്കെടുക്കുന്ന ചിത്രമാണിത്. മെയ് 11, 1951. ഇത് വലിയ വിവാദമായിരുന്നു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയില്. KM മുൻഷി, രാജേന്ദ്ര പ്രസാദ് പട്ടേൽ ശവകുടീരത്തിൽ നിന്ന് ഈ വിവാദത്തിൽ പങ്കാളിയായി. ജവഹർലാൽ നെഹ്റു അന്ന് ഹിന്ദു റിവൈവലിസത്തെ നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു കടുത്ത ഭാഷയിലാണ് അപലപിച്ചത്. അതിനുശേഷം ഗുജറാത്ത് ഇലക്ഷന്റെ സമയത്ത് രാഹുൽ ഗാന്ധി സോമനാഥ ക്ഷേത്രത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞൊരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടു. ഒരുപക്ഷെ അന്ന് ആ വാർത്ത വായിച്ചിട്ടുള്ളവർക്ക് ഓർമ്മയുണ്ടാവും. അന്ന് അവിടുത്തെ സന്ദർശക രജിസ്റ്ററിൽ രാഹുൽ ഗാന്ധിയുടെ പേര് കണ്ടു. ഒരു നോൺ ഹിന്ദു ആയിട്ടുള്ള രാഹുൽ ഗാന്ധി സോമനാഥ ക്ഷേത്രത്തിൽ എന്തിന് പ്രവേശിച്ചു? ഒരുപാട് വിവാദങ്ങൾ കത്തിപ്പടർന്നു. അന്ന് നരേന്ദ്രമോദി ഇലക്ഷൻ ക്യാമ്പയിനില് ഈ സോമനാഥ ക്ഷേത്രം ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ഇരിക്കുന്ന ആ ജില്ലയില് പ്രഭാഷണത്തില് പറയുന്ന ഒരു വാക്യമുണ്ട്. When Sardar Patel took up the work of reconstruction of Somnath temple, Nehru was unhappy. Your great grandfather Nehru wrote a letter to President Rajendra Prasad when he was to come for the opening ceremony of the temple. PM Modi said, adding, this land of brave people will not forgive those who have acted against the Somnath temple. വലിയ ദൂരമുണ്ട്. ഏഷ്യൻ ജനാധിപത്യത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ജവഹർലാൽ നെഹ്റുവിൽ നിന്ന് നരേന്ദ്രമോദി എന്ന് പറയുന്ന വർഗീയ ഫാസിസ്റ്റ് സംഘടനയെ മുമ്പിൽ നിന്ന് നയിച്ച് ഇന്ത്യയിൽ അധികാരത്തിലെത്തിയ ഒരു പ്രധാനമന്ത്രിയിലേക്ക് നമ്മൾ നടന്നു വരുമ്പോൾ വലിയ ദൂരമുണ്ട്. അന്ന് നെഹ്റു വളരെ കോൺഫിഡന്റ് ആയി അത് ഹിന്ദു റിവൈവലിസത്തിന്റെ ആരംഭമാണ്, ബീജാവാപമാണ് എന്ന് ദീർഘദർശനം ചെയ്തു. ഇന്ന് ഗുജറാത്ത് ഇലക്ഷന്റെ സമയത്ത് അദ്ദേഹത്തിന്റെ ചെറുമകൻ ആ ക്ഷേത്രത്തിൽ കയറി എന്ന് പറഞ്ഞൊരു വിവാദം പൊട്ടിപ്പുറപ്പെടുമ്പോൾ ആ ജനതയുടെ, ഗുജറാത്തിലെ അല്ലെങ്കിൽ ചുനാർഗഡിലെ പുരാതന പാരമ്പര്യം പേറുന്ന ആ ഹൈന്ദവ ജനതയോട് മോദി പറയുന്നത് ഇതാണ്: ഇതാ നിങ്ങളുടെ ശത്രു, ഹിന്ദു അല്ലാത്ത നിങ്ങളുടെ ശത്രു നിങ്ങളുടെ അഭിമാനമായ ക്ഷേത്രത്തിൽ കയറിയിരിക്കുന്നു. ഈ ക്ഷേത്രത്തെ പുനരുദ്ധരിക്കുന്ന സമയത്ത് അതിനെതിരെ പദ്ധതിയിടുകയും അതിന് വരാനിരുന്ന ഇന്ത്യൻ രാഷ്ട്രപതിയെ തടയുകയും ചെയ്ത ആളാണ് ഇദ്ദേഹത്തിന്റെ മുതുമുത്തച്ഛൻ. വലിയ ദൂരമുണ്ട്. നെഹ്റുവിൽ നിന്ന് മോദിയിലേക്കുള്ള ദൂരം വളരെ വ്യക്തമായിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട്. പക്ഷേ നെഹ്റുവിൽ നിന്ന് അധികമൊന്നും ദൂരം സഞ്ചരിക്കേണ്ട. നിങ്ങൾക്ക് ആൾ ദൈവങ്ങളിലും ഈ ഹിന്ദു റിവൈവലിസത്തിന്റെ ഒക്കെ ആദ്യത്തെ തൈകള് അല്ലെങ്കിൽ ആദ്യത്തെ തെളിവുകളിലേക്ക് എത്തിച്ചേരാൻ IIT-കൾ ഇന്ത്യയിലെമ്പാടും ആരംഭിക്കണം എന്നുള്ള സർക്കാർ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് ശേഷം ആദ്യത്തെ IIT നെഹ്റു ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് ഖരഗ്പൂരിൽ, വെസ്റ്റ് ബംഗാൾ ഖരഗ്പൂർ. ഈ ഖരഗ്പൂരില് ഈ IIT ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജവഹർലാൽ നെഹ്റു നടത്തിയ പ്രഭാഷണം വളരെ പ്രശസ്തമാണ്. അദ്ദേഹം പറയുന്നത് ഇതാണ്: സയൻസ് വാസ് നോട്ട് മിയർലി ആൻ ഇൻഡിവിജ്വൽ സെർച്ച് ഫോർ ട്രൂത്ത്, it was something infinitely more than that if it worked for the community. സയൻസ് എന്ന് പറഞ്ഞാൽ സത്യാന്വേഷണത്തിന് വേണ്ടിയുള്ള ഒരു മാർഗം മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ സക്രിയമായിട്ട് ഇടപെടുന്ന, നിങ്ങളുടെ സമൂഹത്തിൽ സക്രിയമായിട്ട് ഇടപെടുന്ന ഒരു ചാലക ശക്തിയാണ് സയൻസ് എന്ന് അദ്ദേഹം ആ പ്രഭാഷണത്തിൽ പ്രഖ്യാപിച്ചു. ഫോർ എ ഹംഗ്രി മാൻ or a hungry woman, truth has little meaning. He wants food. For a hungry man, God has no meaning. വിശക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ ചോദ്യങ്ങളില്ല, ഉത്തരങ്ങളില്ല, ദൈവാന്വേഷണമില്ല, ദൈവമില്ല. And India is starving, and to talk of truth and God and many of the finer things is mockery. അദ്ദേഹം വളരെ വ്യക്തമാക്കുകയാണ്. We have to find food for them. Clothing, housing, education and health are absolute necessities that every person should possess.
When we have done that, we can philosophize and think of God. ഈ വിശക്കുന്ന ജനതയ്ക്ക് അതിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ദാർശനികതയിലേക്കും ദൈവാന്വേഷണത്തിലേക്കും മടങ്ങാം. നിങ്ങളുടെ സമൂഹത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ സക്രിയമായിട്ട് ഇടപെടുന്ന ഒരു ചാലക ശക്തിയാണ് സയൻസ്. പ്രൊഫറ്റ് ഓഫ് സയൻസ്, സയൻസിന്റെ പ്രവാചകൻ അതായിരുന്നു നെഹ്റു. അദ്ദേഹം അത് തന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തില്, വിഖ്യാതമായിട്ടുള്ള ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. 1937 ഡിസംബർ 26 നെഹ്റു ശാസ്ത്ര കോൺഗ്രസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ പ്രഭാഷണമാണിത്. It is science alone that can solve the problems of hunger and poverty. വളരെ വ്യക്തമാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ഈ സയൻസ് കോൺഗ്രസിന്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നരേന്ദ്രമോദി നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ എന്തൊക്കെയാണെന്ന് അന്ന് പത്രം വായിച്ചിട്ടുള്ളവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഹിന്ദു റിവൈവലിസം എങ്ങനെയാണ് ഈ രാഷ്ട്രത്തെ വിഴുങ്ങുന്നത് എന്നുള്ളതിന്റെ വളരെ വ്യക്തമായിട്ടുള്ള തെളിവുകളാണ്. ഗണപതിയുടെ തലയിലാണ് ആദ്യമായിട്ട് പ്ലാസ്റ്റിക് സർജറി നടത്തിയതെന്നും പുഷ്പക വിമാനം ഇന്ത്യയിലാണ് ആദ്യം ഉണ്ടായതെന്നും അതുകൊണ്ട് വിമാനം കണ്ടുപിടിച്ചത് നമ്മളാണെന്നും ഒക്കെയുള്ള അവകാശവാദങ്ങൾ നടത്തുന്നിടത്തേക്ക് ഈ സയൻസ് കോൺഗ്രസിന്റെ ആമുഖ സമ്മേളനം പതിറ്റാണ്ടുകളിലൂടെ സഞ്ചരിച്ച് പതനത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഇത് ഡിസ്കവറി ഓഫ് ഇന്ത്യയിലെ നെഹ്റുവിന്റെ പ്രശസ്തമായിട്ടുള്ള പ്രഖ്യാപനമാണ്. വാട്ട് ഈസ് നീഡഡ് ഈസ് ദ സയന്റിഫിക് അപ്രോച്ച്, the adventurous and yet critical temper of science, the search for truth and the new knowledge, the refusal to accept anything without testing and trial. പരീക്ഷണ നിരീക്ഷണങ്ങളും വ്യക്തമായ തെളിവുമില്ലാതെ ഒന്നും സ്വീകരിക്കുക സാധ്യമല്ല. The capacity to change previous conclusions in the face of new evidence. പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പഴയ നിഗമനങ്ങളെ മാറ്റിപ്പണിയുക. The reliance on observed fact and not on preconceived theory. The hard discipline of the mind. All this is necessary not merely for the application of science but for the life itself and the solution of its many problems. ജീവിതത്തെ നിർവചിക്കുന്നതിനും അതിൻ്റെ നിരവധിയായ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനുമുള്ള ഒരു ചാലക ശക്തിയായി നെഹ്റു സയൻസിനെ കണ്ടിരുന്നു. അദ്ദേഹമാണ് സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന പദം കോയിൻ ചെയ്യുന്നത്. അധികം ദൂരമൊന്നും നെഹ്റുവിൽ നിന്ന് പിന്നീട് മുന്നോട്ട് പോകേണ്ടി വന്നില്ല. ഇതാരുടെ ചിത്രമാണെന്ന് ഒരുപക്ഷെ ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. ഇന്ദിരാഗാന്ധിയും ധീരേന്ദ്ര ബ്രഹ്മചാരിയും. ചരിത്രം ചിലപ്പോഴൊക്കെ ചില തമാശകള് അവശേഷിപ്പിക്കാറുണ്ട്. ഈ ധീരേന്ദ്ര ബ്രഹ്മചാരി ബീഹാറില് ജനിച്ചു വളർന്ന ഒരു യോഗിയായിരുന്നു. അദ്ദേഹത്തെ അന്നത്തെ കാലത്ത് യോഗ എന്ന് പറയുന്നത് വളരെ ആരോഗ്യകരമായിട്ടുള്ള ഒരു വ്യായാമമായിട്ട് പലരും കണ്ടിരുന്നു. ജവഹർലാൽ നെഹ്റു ആസനയോഗയെ ഒരു നല്ല വ്യായാമമായിട്ട് കണ്ടിരുന്നു. അദ്ദേഹമാണ് ഈ ധീരേന്ദ്ര ബ്രഹ്മചാരിയെ ക്ഷണിച്ച് റെസിഡൻസിലേക്ക് കൊണ്ടുവരുന്നത്. എന്തിനാണ്? ഇന്ദിരാഗാന്ധിയെ യോഗ പഠിപ്പിക്കാൻ. അങ്ങനെ ദിവസവും ഓരോ മണിക്കൂർ ഇന്ദിരയ്ക്ക് ഈ ധീരേന്ദ്ര ബ്രഹ്മചാരി യോഗ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. പിന്നീട് 75 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 75 അടിയന്തരാവസ്ഥ 1975 to 77 ആ സമയത്ത് ധീരേന്ദ്ര ബ്രഹ്മചാരി വലിയ ഉപജാപകനും ഇന്ത്യൻ രാഷ്ട്രീയത്തെ എടുത്ത് അമ്മാനമാടാൻ ശേഷിയുള്ള ഒരാൾ ദൈവവും ഒക്കെ ആയിട്ട് മാറുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ പ്രവചനാതീതമായിരുന്നു. അന്നത്തെ കാലത്ത് കോൺഗ്രസിന്റെ കിച്ചൺ ക്യാബിനറ്റിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ഇന്ദിരയുടെ കിച്ചൺ ക്യാബിനറ്റിലുണ്ടായിരുന്ന പലരും ആ കാലഘട്ടത്തെ പിന്നീട് സ്മരിക്കുന്നത് അങ്ങനെയാണ്. ഒരു ഇന്ത്യൻ റാസ്പുട്ടിനായിരുന്നു ധീരേന്ദ്ര ബ്രഹ്മചാരി. ഇങ്ങനെ ആൾ ദൈവങ്ങളുടെ ചരിത്രം അങ്ങോട്ട് തുടങ്ങുകയാണ്. ഇത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു കാര്യമല്ല. ഇത് ലോകവ്യാപകമായി ആൾ ദൈവങ്ങൾ എന്ന് പറയുന്ന ആശയം വളരെ പ്രബലമാണ്. എന്തായിരിക്കാം ഇതിന്റെ പരിണാമപരമായിട്ടുള്ള കാര്യം? ദൈവം പലപ്പോഴും പരിണാമപരമായ ഒരാവശ്യമായിട്ട് മനുഷ്യന്റെ മുമ്പിൽ വന്നു എന്നൊരു വാദമുണ്ട്.
അതായത് ബൗദ്ധിക വികാസം സിദ്ധിച്ച പ്രാചീന ഗോത്ര മനുഷ്യൻ ചുറ്റും നോക്കിയപ്പോ കണ്ടതെല്ലാം ചോദ്യങ്ങളായിരുന്നു. ആകാശഗോളങ്ങള്, ഉത്തരം കിട്ടാത്ത പ്രകൃതി ശക്തികള്, ചുറ്റുമുള്ള സമസ്യകള്, മാറുന്ന ഋതുക്കള്, ഇത്തരം ചോദ്യങ്ങൾക്കുള്ള അവൻ കണ്ടെത്തിയ പ്രാകൃതമായ ഉത്തരങ്ങൾ. ആ ഉത്തരങ്ങൾ പിന്നീട് ചില മയക്കുമരുന്നുകൾ, മാദകദ്രവ്യങ്ങൾ, പ്രാചീന ഗോത്ര ജനത ഉപയോഗിച്ചിരുന്ന ചില മാദകദ്രവ്യങ്ങളും ഒക്കെ ചേർന്ന് നിറം പിടിപ്പിച്ച ചില കഥകളെ സൃഷ്ടിച്ചു. ഈ കഥകള് പിന്നീട് തലമുറകളിലൂടെ സഞ്ചരിച്ചു. ദൈവസങ്കല്പങ്ങളിലേക്കൊക്കെ മനുഷ്യൻ എത്തിയതിന്റെ ഒരു നാൾ വഴി ഇതാണ്. ഈ ജീവിക്കുന്ന ഒരു മനുഷ്യനായിട്ട് തന്നെയാണ് ആദിമ ഗോത്ര മനുഷ്യൻ തന്റെ ദൈവത്തെ കണ്ടത്. അതുകൊണ്ടാണ് ഈ പൂജാദ്രവ്യങ്ങളിലും ബലികളിലുമൊക്കെ നമ്മള് സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. എണ്ണ, വേട്ടയിറച്ചി, മാംസം, മദ്യം, അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കൊണ്ടുവന്ന് അർച്ചിക്കുന്നത്. നിങ്ങൾ ഒരു അതിഥിയെ, നിങ്ങളുടെ സ്നേഹിതനെ, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ എങ്ങനെയാണോ സൽക്കരിക്കുന്നത്, എങ്ങനെയാണോ സന്തോഷിപ്പിക്കുന്നത്, ഏതാണ്ട് അതുപോലെയാണ് പ്രാചീന മനുഷ്യനും അവന്റെ ദൈവത്തെ ആരാധിച്ചിരുന്നത്, സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ജീവിക്കുന്ന ഒരു ദൈവം എക്കാലത്തെയും ശക്തമായിട്ടുള്ള ഒരു വളരെ ശക്തമായിട്ടുള്ള ഒരു ആശയമായിരുന്നു. ജീവിക്കുന്ന ദൈവം, ജീവനുള്ള ദൈവം, തങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ട് അതിന് പരിഹാരം നിർദ്ദേശിക്കുന്ന ജീവിക്കുന്ന ദൈവം. അങ്ങനെയാണ് ഹ്യൂമൻ ഗോഡ്സ്, ഗോഡ് മെന്നിന്റെ ഒക്കെ ആരംഭം. ഒരു കാലത്ത് ഇന്നത്തെ പല പേരുകേട്ട റിലീജിയൻസ്, ക്രിസ്ത്യാനിറ്റി ആവട്ടെ, ഇസ്ലാം ആവട്ടെ, ഒക്കെ ആരംഭിച്ചത് ഇതുപോലുള്ള ഹ്യൂമൻ ഗോഡുകളിൽ നിന്നാണ്. ഈ പ്രവാചകന്മാരും ദീർഘദർശികളും ഗോത്രത്തലവന്മാരും, ഗോത്രത്തലവൻ ആദ്യകാലത്ത് ദൈവം തന്നെയായിരുന്നു. പുരോഹിതനെയും ഗോത്രത്തലവനെയും വേർതിരിച്ചറിയാൻ പറ്റാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. അത് പിന്നീട് അങ്ങ് തുടരുന്നുണ്ട്. മധ്യകാല യൂറോപ്പിലൊക്കെ എത്രയോ ശക്തമായിരുന്നു അത്. പുരോഹിതനും രാജാവും, സ്റ്റേറ്റും മതവും എന്നുള്ള ആ ഒരു ദ്വന്ദ്വം അത് പിന്നീട് മനുഷ്യ ചരിത്രത്തിലെമ്പാടും. ഇത് അറിയാമല്ലോ, ഭഗവാൻ രജനീഷ് ഓഷോ, ചന്ദ്രസ്വാമി, മാതാ അമൃതാനന്ദമയി, സദ്ഗുരു, ഒരു ന്യൂ ഏജ് ഗുരുവാണ്. ഏറ്റവും അപകടകാരിയായ ആൾദൈവങ്ങളുള്ള ഒരാളാണ് ഇദ്ദേഹം, സദ്ഗുരു. ശ്രീ ശ്രീ രവിശങ്കർ, സായിബാബ, ആശറാം ബാപ്പു, ഗുർമീന്ദർ സിംഗ്, നിത്യാനന്ദ, കരുണാകര ഗുരു. കരുണാകര ഗുരുവിന്റെ താമരപർണാശ്രമം, താമരപർണശാല അങ്ങനെ എന്തോ ആണ് അത് അറിയപ്പെടുന്നത്. അതാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ കരുണാകര ഗുരുവിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ഇത് മലയാളത്തിന്റെ പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരനാണ് ഒ.വി. വിജയൻ. ഒ.വി. വിജയൻ അടിയന്തരാവസ്ഥയെ പ്രവാചക തുല്യമായ ശേഷിയോടെ ദീർഘദർശനം ചെയ്ത എഴുത്തുകാരൻ എന്ന് അദ്ദേഹം മലയാള സാഹിത്യ ലോകത്ത് വിശേഷിപ്പിക്കപ്പെടുന്നു. ധർമ്മപുരാണത്തിന്റെ രചനയിലൂടെയാണ് അദ്ദേഹത്തിന് ആ പേര് കിട്ടുന്നത്. അടിയന്തരാവസ്ഥയെ ദീർഘദർശനം ചെയ്തു. അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തില് അദ്ദേഹം കാർട്ടൂണുകളിലൂടെ ഇത്തിരി ദർശനം, ഇത്തിരി നേരം പോക്ക്, ഇത്തിരി ദർശനം എന്ന് പറഞ്ഞ് കലാകൗമുദിയില് എഴുതിക്കൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ പരമ്പരയില്, അല്ലെങ്കിൽ മലയാള നാട് വാരികയിലെ ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന രാഷ്ട്രീയ വിശകലന കോളത്തിലൂടെയൊക്കെ നമ്മുടെ രാഷ്ട്രീയ ചിന്താഗതികളെ, സാമൂഹ്യ ചിന്താഗതികളെയൊക്കെ പരുവപ്പെടുത്താൻ സഹായിച്ച ഒരുപാട് വാഴ്ത്തപ്പെട്ട ഇതിഹാസ എഴുത്തുകാരൻ, ഇതിഹാസ രചയിതാവ്. ഖസാക്കിന്റെ ഇതിഹാസത്തിന്റെ രചനയ്ക്ക് ശേഷമാണ് വിജയൻ അങ്ങനെ വിശേഷിപ്പിക്കപ്പെട്ടത്. അങ്ങനെയൊക്കെയുള്ള ഒരു വിഖ്യാത എഴുത്തുകാരനായിരുന്നു ഒ.വി. വിജയൻ. ഒ.വി. വിജയൻ അദ്ദേഹത്തിന്റെ എഴുത്തുവഴികളിൽ അവസാനം എത്തിച്ചേരുന്നത് ഈ കരുണാകര ഗുരുവിലാണ്. കരുണാകര ഗുരുവിനെ കണ്ടതിന് ശേഷമാണ് അദ്ദേഹം ഗുരുസാഗരം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നോവൽ എഴുതുന്നത്. വലിയ ശക്തമായിട്ടുള്ള രാഷ്ട്രീയ ബോധ്യങ്ങൾ ഉണ്ടായിരുന്ന, ഏതാണ്ട് നാസ്തികൻ എന്നൊക്കെ പറയാവുന്ന രീതിയിലേക്കൊക്കെ ഉയർന്ന ചിന്താഗതി വെച്ച് പുലർത്തിയിരുന്ന അങ്ങനെയുള്ള ഒരു എഴുത്തുകാരനായിട്ടുള്ള വിജയൻ അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് നടന്നെത്തുന്നത് കരുണാകര ഗുരുവിന്റെ ഈ ശാന്തിഗിരി ആശ്രമത്തിലും അതുപോലെ താമര പർണശാലയിലും ഒക്കെയാണ്.
ഞാൻ ഗുരുസാഗരത്തിലെ ഒരു സന്ദർഭം ഓർത്തു പോവുകയാണ്. ഗുരുസാഗരത്തിലെ നായകനാണ് കുഞ്ഞുണ്ണി പത്രപ്രവർത്തകനാണ്. വിഭജനകാലത്തെ ഇന്ത്യയൊക്കെ അതില് ഒരുപാട് ആ നോവലിന്റെ കഥാപരിസരമായിട്ട് കടന്നു വരുന്നുണ്ട്. ഇതിലെ നായകനാണ് കുഞ്ഞുണ്ണി, പത്രപ്രവർത്തകൻ. കുഞ്ഞുണ്ണിയുടെ ഒരു ബാല്യകാലത്തെ നോവലിസ്റ്റ് വിവരിക്കുകയാണ്. കുഞ്ഞുണ്ണി പറയുകയാണ്, അച്ഛാ ആ പോത്തുകളെ കണ്ടോ, ആ പോത്തുകൾ അടി വാങ്ങുന്നത് കണ്ടോ? അപ്പൊ അച്ഛൻ കുഞ്ഞുണ്ണിയോട് പറയുകയാണ്, മകനെ നീ നോക്കൂ, വലത് സൈഡിലുള്ള പോത്തിനാണ് അടി മുഴുവൻ, നീ അത് ശ്രദ്ധിച്ചോ? കുഞ്ഞുണ്ണി, അതെന്താണ് അച്ഛാ വലത് സൈഡിൽ നിൽക്കുന്ന പോത്തിന് മാത്രം അടി കിട്ടുന്നത്? കാരണം വണ്ടിക്കാരന്റെ വലത് കൈയിലല്ലേ മോനെ വടി, അതുകൊണ്ട് അടി കിട്ടുന്നത് മുഴുവൻ വലത് സൈഡിൽ കെട്ടിയിട്ടുള്ള പോത്തിനാണ്. അച്ഛാ എന്നും ആ വലത് സൈഡിൽ ആ പോത്ത് തന്നെ ആയിരിക്കുമോ? അതേ ഉണ്ണി, എന്നും വലത്ത് നിൽക്കാൻ ആ പോത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന്റെ കർമ്മഫലം അത് അനുഭവിച്ചല്ലേ തീരൂ. ഉന്നതമായിട്ടുള്ള രാഷ്ട്രീയ ബോധ്യങ്ങൾ ഉണ്ടായിരുന്ന വിജയൻ എത്തിച്ചേരുന്നത് കർമ്മ തിയറിയില്, സ്യൂഡോ സയൻസില്, ആൾ ദൈവങ്ങളില്, അസ്തിത്വവാദത്തിന്റെ അല്ലെങ്കിൽ ഇത്തരം കപടശാസ്ത്രങ്ങളുടെ കൗണ്ടർ നോളജിന്റെ ഒക്കെ നിലപാട് തറകളിലേക്കാണ് ഒ വി വിജയൻ അവസാന കാലത്ത് നടന്നെത്തുന്നത്. വിജയന്റെ ഈ പതനം സക്കറിയ ഈയിടെ അദ്ദേഹത്തിന്റെ ഒരു അനുസ്മരണത്തിൽ എടുത്തു പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മൃദു ഹിന്ദുത്വ ചലനങ്ങൾ ഗുരുസാഗരത്തിൽ വളരെ കൃത്യമായി വായിച്ചെടുക്കാം. പിന്നീട് സമുദ്രത്തിലേക്ക് വഴിതെറ്റി വന്ന പരൽമീൻ എന്ന തന്റെ ഓർമ്മ പുസ്തകത്തിലും വിജയൻ കരുണാകര ഗുരുവിനെ കുറിച്ചുള്ള വിവരണങ്ങളും അതുപോലെ ആ സംഗമവും ഒക്കെ വളരെ കൃത്യമായിട്ട് വിവരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഗോഡ് മെൻ സിൻഡ്രോം, ഈ ദൈവ മനുഷ്യർ അല്ലെങ്കിൽ ദൈവമാക്കപ്പെട്ട ഈ മനുഷ്യർ എന്ന രോഗം നമുക്ക് പിടിപെടാനുള്ള കാരണം എന്താണ്? എങ്ങനെയാണ് ഇന്ത്യയുടെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ പരിസരങ്ങളിൽ ഇത്രയും ഗോഡ്മെൻ, ഈ ദൈവാവേശിതരായിട്ടുള്ള അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രതിനിധികളായിട്ടുള്ള ഈ ഹ്യൂമൻ ഗോഡ്സ്, മനുഷ്യ ദൈവങ്ങൾ ഇങ്ങനെ വിഹരിക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? ചില അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യങ്ങൾക്ക്, ചില അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നമ്മൾ ഉത്തരം തേടേണ്ടതായിട്ടുണ്ട്. ചില ചോദ്യങ്ങളുണ്ട് നമ്മുടെ ചുറ്റും. ദാർശനികത, തത്വചിന്തയൊക്കെ ഒരുപാട് പൂണ്ടു വിളയാടുന്ന സ്ഥലങ്ങളാണത്. വാട്ട് ഫാക്ട്സ് ക്യാൻ ഹെൽപ്പ് ഫിഗർ ഔട്ട് ദ ബിഗിനിങ് ഓഫ് ബിഗിനിങ്? ആരംഭത്തിന്റെ ആരംഭം നിങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തുക? ആരംഭത്തിന്റെ ആരംഭം എന്താണ്? ശൂന്യതയിൽ നിന്ന് എങ്ങനെയാണ് ഒരു കാര്യം ഉണ്ടാകുന്നത്? അവസാനത്തിന്റെ അവസാനം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഈ പ്രപഞ്ചം എന്ന് പറയുന്ന നിത്യവിസ്മയം, ഈ വിസ്മയത്തെ വിശദീകരിക്കാൻ ശ്രമിച്ച ബൗദ്ധിക വികാസം നേടിയ മനുഷ്യൻ എത്തിച്ചേർന്ന അന്നത്തെ കാലത്ത് ഉത്തരം കിട്ടാത്ത, ഇനിയും വേണ്ടത്ര പൂർണ്ണമായി ഉത്തരം ലഭിക്കാത്ത അനവധി ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് സയൻസ് കൃത്യമായി മറുപടി പറയുന്നില്ല എന്നുള്ള സ്പേസിലേക്കാണ് പലപ്പോഴും ദാർശനികത ഇടിച്ചു കയറുന്നത്. നിങ്ങൾ ബിഗ് ബാങ് ആണ് എല്ലാത്തിന്റെ ആരംഭം എന്ന് പറയുമ്പോൾ ബിഗ് ബാങ്ങിന് മുമ്പ് എന്തായിരുന്നു? എങ്ങനെയാണ്? ബിഗ് ക്രഞ്ചിലൂടെയാണോ പ്രപഞ്ചം അവസാനിക്കുന്നത്? ബിഗ് ക്രഞ്ചിലാണ് പ്രപഞ്ചം അവസാനിക്കുന്നത് എന്ന് നിങ്ങൾ പറയുമ്പോൾ അതിനുശേഷം എന്തായിരിക്കും? എവിടെ നിന്നാണ് നമ്മൾ വന്നത്? എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? ഇങ്ങനെ സ്വന്തം നിലനിൽപ്പിനെ കുറിച്ചും അസ്തിത്വത്തെ കുറിച്ചും ബൗദ്ധിക വികാസം നേടിയ ഒരു ഗോത്ര മനുഷ്യന്റെ ആകുലതകൾ അത് ഒളിഞ്ഞും തെളിഞ്ഞും നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട്. ഇത്തരം ചോദ്യങ്ങളാണ് ഈ ദൈവ മനുഷ്യർ അല്ലെങ്കിൽ ഹ്യൂമൻ ഗോഡ്സ് പലപ്പോഴും ഇടിച്ചു കയറാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്പേസ്. പലപ്പോഴും ഇത്തരം ചോദ്യങ്ങള് കടങ്കഥകൾ. ഇവ യഥാർത്ഥത്തില് ചോദ്യങ്ങളെയല്ല, പ്രസക്തമല്ലാത്ത ദാർശനികം അല്ലെങ്കിൽ ഫിലോസഫി എന്നൊക്കെ കരുതപ്പെടാവുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുക. ഈ ചോദ്യങ്ങളുടെ ഉത്തരം ഞങ്ങളാണ്, ഞങ്ങളുടെ ജ്ഞാനമാണ്. അതിന്റെ പരമമായ ജ്ഞാനം ഇന്നത്തെ സയൻസിന്റെ റിയാലത്തിന്, ഇന്നത്തെ സയൻസിന്റെ നിലപാട് തറകൾക്ക് വെളിയിലാണ്. നിങ്ങൾ പഠിച്ചതെല്ലാം വെറുതെയാണ്. ജീവിതത്തിൽ ഒരിക്കലും ഒരിടത്തും അപ്ലൈ ചെയ്യാത്ത
ശാസ്ത്ര തത്വങ്ങളാണ് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിന്റെ പരമമായ സത്യത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. ഇങ്ങനെയുള്ള വ്യാജ പ്രഖ്യാപനങ്ങളിലൂടെയാണ് പലപ്പോഴും ഇത്തരം ന്യൂ ഏജ് ഗുരു എന്നൊക്കെ പറയാവുന്ന നവീന ലോകത്തിന്റെ ഗുരുക്കന്മാര് ചുവടുറപ്പിക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനമാണ് ഈ ചോദ്യങ്ങള് സാധാരണക്കാരുടെ ഇടയിൽ മാത്രമല്ല, ഒരുപാട് ഏറെ പഠിച്ച ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ പോലും ഉണ്ട്. യഥാർത്ഥത്തില് ഇന്ന് ഇന്ത്യ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, നമുക്ക് എന്താണ് ഡെമോക്രസി, എവിടെയാണ് സെക്യുലറിസം നിൽക്കുന്നത്, എവിടെയാണ് റിലീജിയൻ നിൽക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ബോധ്യങ്ങളേ ഇല്ല. നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യ, അതിന്റെ പൈതൃകം, അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് നമ്മൾ അഭിമാനം കൊള്ളാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ഇന്ത്യ? ഇത് അശോകന്റെ, ഇത് മൗര്യ സാമ്രാജ്യത്തിന്റെയോ ഗുപ്ത സാമ്രാജ്യത്തിന്റെയോ ചാലൂക്യ രാജ്യവംശത്തിന്റെയോ ദ്രാവിഡ രാജാക്കന്മാരുടെയോ ഭരണത്തിന്റെ പാരമ്പര്യത്തിന്റെ ബാക്കി പത്രമായിട്ട് രൂപം കൊണ്ട ഒരു രാജ്യമല്ല. ഇത് ഹിന്ദു പാരമ്പര്യത്തിൽ നിന്ന് വന്ന ഒരു രാജ്യമല്ല. മറിച്ച് കൊളോണിയലിസത്തിന് ശേഷം, കോളനിവൽക്കരണത്തിന് ശേഷം, അതിന്റെ കൊടുക്കൽ വാങ്ങലുകൾ കഴിഞ്ഞ് രൂപം കൊണ്ട ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ഒരു സ്വയം പരമാധികാര റിപ്പബ്ലിക്കാണ് ഇന്നത്തെ ഇന്ത്യ. അത് മൗര്യ സാമ്രാജ്യത്തിന്റെയോ ഗുപ്ത സാമ്രാജ്യത്തിന്റെയോ ബാക്കി പത്രമല്ല. ഇത് നമ്മൾ തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ്, അത് തിരിച്ചറിയപ്പെടാതെ പോയത് കൊണ്ടാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ സോമനാഥ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം വലിയ രാഷ്ട്രീയ പ്രശ്നമായിട്ട് ഉയർന്നു വരുന്നത്. അത് വേണ്ടത്ര തിരിച്ചറിയപ്പെടാതെ പോകുന്നത് കൊണ്ടാണ് പതിറ്റാണ്ടുകൾക്ക് ശേഷം ആ ക്ഷേത്രത്തില് രാഹുൽ ഗാന്ധി കയറുന്ന സമയത്ത് നിങ്ങളുടെ മുതുമുത്തച്ഛൻ ഇതിന്റെ പുനരുദ്ധാരണത്തിന് വിഘാതം സൃഷ്ടിച്ച ആളാണ്. ഈ ജനത നിങ്ങളോട് പകരം ചോദിക്കുമെന്ന് പറഞ്ഞ് ഒരു ജനാധിപത്യ രാജ്യത്തിലെ ജനതയെ ഇളക്കി വിടാൻ അതിന്റെ പ്രധാനമന്ത്രിക്ക് സാധിക്കുന്നത്. നമുക്ക് റിലീജിയൻ, സെക്യുലറിസം, ഇതിന്റെയൊക്കെ അതിർവരമ്പുകൾ എവിടെയോ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അത് ഓരോ ആൾദൈവവും അരങ്ങിൽ നിന്ന് ഇറങ്ങുമ്പോ, അല്ലെങ്കിൽ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോ പകരം അടുത്ത ആൾദൈവങ്ങള് കയറുന്നു. നോക്കൂ, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം, അത് നമ്മുടെ രാജ്യത്തിന്റെ മുഖമുദ്രയാണ്. 100,000 കാസ്റ്റുകൾ, വ്യത്യസ്തമായിട്ടുള്ള മതങ്ങൾ, ഓരോ മതത്തിനും വ്യത്യസ്തമായിട്ടുള്ള ജീവിത രീതിയും ശരി എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള നിർവചനങ്ങളും ആ ശരിയിലേക്ക് എത്തിച്ചേരാൻ വ്യത്യസ്തമായിട്ടുള്ള വഴികളും. എന്താണ് ഗുഡ് ലൈഫ്, നല്ല ജീവിതം എന്നുള്ളതിനെ കുറിച്ച് നിരവധിയായിട്ടുള്ള സങ്കല്പങ്ങൾ. ഈ സങ്കല്പങ്ങൾ സൃഷ്ടിക്കുന്ന ഒരുപാട് വിടവുകൾ. ഈ വിടവിലാണ് ഈ ഗോഡ്മെൻ എന്നൊക്കെ പറയുന്ന ഈ മനുഷ്യ ദൈവങ്ങൾ പലപ്പോഴും തങ്ങളുടെ വേട്ടയ്ക്കുള്ള വേട്ട സ്ഥലം കണ്ടെത്തുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചരിത്രപരമായിട്ടുള്ള, നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള കഥകൾ, മജീഷ്യൻസിനെ കുറിച്ചിട്ടുള്ള കഥകൾ, പലപ്പോഴും ഈ ദൈവ മനുഷ്യര് ചെയ്യുന്ന ഒരു കാര്യം, നമ്മൾ സൈക്കോളജിയിലുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്, ആർക്കിടൈപ്സ്. യുങ്ങിന്റെ കൺസെപ്റ്റാണ്. യുങ് പറഞ്ഞതുപോലെ ഇന്ന് ആർക്കിടൈപ്പുകൾ ആരും എടുക്കുന്നില്ല. പക്ഷെ ആർക്കിടൈപ്പ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ഇപ്പൊ നിലനിൽക്കുന്നുണ്ട്. എന്താണ് ഈ ആർക്കിടൈപ്പുകൾ? സാംസ്കാരികമായിട്ടുള്ള ചില രൂപങ്ങൾ. ഓരോ ജനതയും അതിന്റെ സംസ്കാരം ഉപയോഗിച്ച്, അല്ലെങ്കിൽ അതിന്റെ സാംസ്കാരികമായ വളർച്ചയിലൂടെ ചില കൾച്ചറൽ സിംബൽസിനെ, ചില സാംസ്കാരിക രൂപങ്ങളെ സൃഷ്ടിക്കുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ആർക്കിടൈപ്പാണ് ദ ഓൾഡ് വൈസ് മാൻ, ജ്ഞാനിയായിട്ടുള്ള വൃദ്ധൻ, ജ്ഞാനവൃദ്ധൻ. ഇതുപോലെ ഒരു ജ്ഞാനവൃദ്ധന്റെ വേഷം ധരിച്ചാണ്, അല്ലെങ്കിൽ ആ വേഷഭൂഷാദികളിലാണ്, അല്ലെങ്കിൽ ആ പകർച്ചയിലാണ്, വേഷപ്പകർച്ചയിലാണ് ഈ ആൾദൈവങ്ങള്, എല്ലാ ആൾദൈവങ്ങളും അല്ല, ചിലരെങ്കിലും പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോ നമ്മൾ സാംസ്കാരികമായിട്ട് ഈ ആർക്കിടൈപ്പിന്റെ മുകളിലേക്ക് ചേർത്ത് വെച്ചിട്ടുള്ള കോംപ്ലക്സസ്, അല്ലെങ്കിൽ നമ്മുടെ പരികൽപ്പനകൾ എല്ലാം വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ആ വ്യക്തിയിൽ
ആരോപിക്കും. ഇപ്പൊ സദ്ഗുരുവിനെ പോലുള്ള ആളുകളൊക്കെ ചെയ്യുന്ന എന്താണ്? കൾച്ചറൽ ആയിട്ടുള്ള പല സാംസ്കാരികമായിട്ടുള്ള ധാരകളെ ഈ സദ്ഗുരു ഒക്കെ അപ്രോപ്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണത്? നിങ്ങൾക്ക് നിരീശ്വരവാദം വേണോ? സദ്ഗുരുവിൽ നിന്ന് അത് കണ്ടെടുക്കാം. നിങ്ങൾക്ക് ശൈവാരാധന വേണോ? നിങ്ങൾക്ക് സദ്ഗുരുവിൽ നിന്ന് അത് കണ്ടെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ദൈവവിശ്വാസം വേണോ? സദ്ഗുരുവിൽ നിന്ന് കണ്ടെടുക്കാം. നിങ്ങൾക്ക് സയൻസ് വേണോ? അതിന്റെ ചില മേമ്പൊടികൾ അതിൽ നിന്ന് കണ്ടെടുക്കാം. നിങ്ങൾക്ക് ലഹരി ഉപയോഗത്തെ കുറിച്ച് അറിയണോ? സദ്ഗുരുവിൽ നിന്ന് കണ്ടെടുക്കാം. സദ്ഗുരു ഒരു ബൈക്കറാണ്, അദ്ദേഹം ആഡംബര കാറുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ സമൂഹത്തിന്റെ സാംസ്കാരികമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള നിരവധി ധാരകളെ അപ്രോപ്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് പലപ്പോഴും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾദൈവങ്ങള് മുന്നോട്ട് വരുന്നത്. ഇത് 1905 ഫ്രാൻസിൽ നടന്ന ഒരു സംഭവമാണ്. ഫ്രാൻസിൽ അതുവരെ ക്രോസ്, കുരിശ് അവരുടെ ഗവൺമെന്റ് ഓഫീഷ്യൽസ് ധരിച്ചിരുന്നു. അന്ന് ഫ്രഞ്ച് ഗവൺമെന്റ് ഈ സമ്പ്രദായത്തെ നിർത്തലാക്കി. അന്ന് പോപ്പ് സെയിന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നിന്ന് ഈ തീരുമാനത്തിനെതിരെ ശക്തമായിട്ട് ശബ്ദം ഉയർത്തി. പക്ഷെ ഫ്രഞ്ച് ഗവൺമെന്റ് കുലുങ്ങിയില്ല. അവര് റിലീജിയനെയും സ്റ്റേറ്റിനെയും വ്യത്യസ്തമായി കാണുക എന്നുള്ള പോളിസി വളരെ ശക്തമായിട്ട് മുന്നോട്ട് വെച്ചു. ഹെഗലിന്റെ ആശയമാണത്. സെപ്പറേറ്റിംഗ് ചർച്ച് ഫ്രം സ്റ്റേറ്റ്, വി ആർ ആക്ച്വലി ഡൂയിങ് ബോത്ത് എ ഫേവർ. സ്റ്റേറ്റിനെയും മതത്തെയും രാഷ്ട്രത്തെയും നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ രണ്ടിനോട് നീതി പുലർത്തുകയാണ് എന്നുള്ള ഹെഗലിന്റെ ഒരാശയം ഇവിടെ പ്രസക്തമാണ്. ഞാൻ എല്ലാ ഗോഡ്മെന്റിനെ കുറിച്ച് പരാമർശിക്കുന്നില്ല. ഇത് ഈ ഹ്യൂമൻ ഗോഡുകളെ കുറിച്ച് നടത്തുന്ന പ്രഭാഷണങ്ങളുടെ ഒരു ആമുഖമായിട്ട് കണ്ടാൽ മതി. കാരണം ഓരോരുത്തരെ കുറിച്ച് നമുക്ക് വളരെ വ്യത്യസ്തമായിട്ട് മണിക്കൂറുകളോളം സംസാരിക്കേണ്ടി വരും. 1-2 ആശയങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം. ഇത് സദ്ഗുരുവിന്റെ അഭിമുഖങ്ങളെല്ലാം ചേർത്ത് DC ബുക്സ് പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമാണ്. ജ്ഞാനിയുടെ സവിധത്തിൽ. അത് ഈ പാശ്ചാത്യ ലോകത്തിന് ഈസ്റ്റേൺ മിസ്റ്റിക് പ്രാക്ടീസുകളോട്, കിഴക്കിന്റെ ദാർശനികമായിട്ടുള്ള നിലപാടുകളോട്, കണ്ടെത്തലുകളോടൊക്കെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഈ ക്യൂരിയോസിറ്റി കൊണ്ടാണ് പലപ്പോഴും വിദേശികളായിട്ടുള്ള ആളുകൾ ഈ ഇന്ത്യൻ ഗുരുക്കന്മാരെ തേടി വരുന്നത്. ജ്ഞാനം കിഴക്ക് നിന്ന് പുറപ്പെടുന്നു, വിസ്ഡം കംസ് ഫ്രം ദ ഈസ്റ്റ് എന്നുള്ള ആ ഒരു ചിന്താഗതി. ഇത് അവരുടെ സദ്ഗുരുവിന്റെ ശിഷ്യയായിട്ടുള്ള ഒരു വിദേശ വനിത ഈ പുസ്തകത്തിന്റെ ആമുഖത്തിൽ എഴുതുകയാണ്. വർഷങ്ങളായി ഞാനൊരു ഗുരുവിന് വേണ്ടി കാക്കുകയായിരുന്നു. വേദനിപ്പിക്കുന്നത്ര തീവ്രമായി കിഴക്ക് നിന്നുള്ള ജീവിക്കുന്ന ഒരു ഗുരുവിന് വേണ്ടി പരമമായ സത്യമറിയാവുന്ന ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. 997 സദ്ഗുരു അദ്ദേഹത്തിന്റെ ആദ്യ അമേരിക്കൻ സന്ദർശനം നാഷ്വെല്ലിലേക്ക് നടത്തിയപ്പോൾ ആ പ്രാർത്ഥന സഫലമായി. കിഴക്ക് നിന്നുള്ള ഒരു ഗുരുവിനെ കണ്ടെത്തിയ ഒരു വിദേശ വനിത എഴുതുന്നതാണിത്. ഇത് അദ്ദേഹത്തിന്റെ ശിഷ്യയായിട്ടുള്ള, സദ്ഗുരുവിന്റെ ശിഷ്യയായിട്ടുള്ള ഭാരതി എന്ന് പറയുന്ന വനിത സദ്ഗുരുവിനോടൊത്തുള്ള ഒരു അനുഭവം വിവരിക്കുകയാണ്. എന്നോട് ആദ്യം കുളിച്ചു വരാൻ അദ്ദേഹം ഒരിക്കൽ പശ്ചിമഘട്ടത്തിലൂടെ ഞാൻ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്നു. അതിനിടെ കുമാരപർവ്വതത്തിന്റെ താഴ്വരയിൽ അവിടുത്തെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് സമീപമുള്ള അതിഥി മന്ദിരത്തിൽ തങ്ങുവാൻ അദ്ദേഹം തീരുമാനിച്ചു. വളരെ ചൈതന്യമുള്ള ആ ക്ഷേത്രം സന്ദർശിക്കാമെന്ന നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വെച്ചു. എന്നോട് ആദ്യം കുളിച്ചു വരാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. പക്ഷെ ഞാൻ അപ്പോൾ എന്റെ ധാർഷ്ട്യത്തിലായിരുന്നു. ആരിൽ നിന്നും ഉത്തരവുകൾ സ്വീകരിക്കാൻ ഞാൻ അപ്പോൾ ഒരുക്കമായിരുന്നില്ല. ഞാൻ തിരിച്ചടിച്ചു, ഞാൻ ശുദ്ധിയോടെയാണ് ഇരിക്കുന്നത്. ശുദ്ധി എന്നാൽ ഉള്ളിലുള്ളതാണ്, പുറമേക്കുള്ളതല്ല. അതും പറഞ്ഞ് ഞാൻ ചടഞ്ഞിരുന്നു. പെട്ടെന്ന് എന്റെ കുർത്തയുടെ ഒരു വശത്ത് നനവ് തോന്നി. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നതിന് മുമ്പേ എന്റെ ദേഹത്ത് വിസർജനം നടത്തിയ ശേഷം നടന്നു പോകുന്ന നായയാണ് ഞാൻ കണ്ടത്. ഞാൻ ഓടിപ്പോയി കുളിച്ചു. ആത്മശങ്കയോടെ കാറിനടുത്തേക്ക് നടന്നപ്പോൾ എന്നെ നോക്കി അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ നീ തയ്യാറായിരിക്കുന്നു. ഗർവ് ഉണരുകയും അത് വളർന്ന് ഉറകൂടുകയും ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം അതിനെ ഒരു നോട്ടത്താൽ കുത്തിപ്പൊട്ടിക്കും. ശരവേഗത്തിൽ അറിവില്ലായ്മയെ അത് തുരത്തും. ഭാരതി എന്ന് പറയുന്ന ശിഷ്യയെ എങ്ങനെയാണ് സദ്ഗുരു ശുദ്ധീകരിച്ചതെന്ന് നിങ്ങൾ കേട്ടല്ലോ. കുളിക്കാനായിട്ട് ഉള്ള സദ്ഗുരുവിന്റെ നിർദ്ദേശത്തെ നിരാകരിച്ച ഭാരതിയുടെ ശരീരത്തിൽ ഒരു നായ മലവിസർജനം നടത്തിയിട്ട് പോവുകയാണ്. പിന്നീട് അവര് കുളിക്കാനായിട്ട് നിർബന്ധിതയാവുന്നു. ശരവേഗത്തിൽ അറിവില്ലായ്മയെ അദ്ദേഹം തുരത്തിയതാണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ ആമുഖത്തിൽ തന്നെ പറയുന്നതാണ്. ഈ സദ്ഗുരുവിനെ പോലെയുള്ള ആളുകൾ മുന്നോട്ട് വെക്കുന്ന ആശയം വളരെ അപകടകരമാണ്. എന്തുകൊണ്ടാണ്? പണ്ടത്തെ കാലത്ത് പറഞ്ഞാൽ കുറച്ച് പതിറ്റാണ്ടുകൾക്ക് മുമ്പ്
ഈ ആൾ ദൈവങ്ങളുടെ ഒരു മുഖമുദ്രയായിരുന്നു ദിവ്യാത്ഭുതങ്ങൾ. ഈ ദിവ്യാത്ഭുതങ്ങൾ ആൾ ദൈവങ്ങളുടെ മുഖമുദ്രയായിരുന്ന കാലത്താണ് ഇപ്പൊ കേരളത്തിലെയൊക്കെ യുക്തിവാദ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് A.T. കോവൂരിന്റെ ഒക്കെ കാലത്ത് ദിവ്യാത്ഭുത അനാവരണം അന്ന് യുക്തിചിന്തയുടെ ഒക്കെ ഒരു മുഖമുദ്രയായിട്ട് തീർന്ന ഒരു കാലഘട്ടമുണ്ട്. ദിവ്യാത്ഭുത അനാവരണം, ഹിപ്നോട്ടിസത്തിന്റെ ക്ലാസ്സുകളിലൂടെ ആൾ ദൈവങ്ങളുടെ ദിവ്യാത്ഭുതങ്ങളെ അനാവരണം ചെയ്യുക, വായിൽ നിന്ന് തീ വരുന്നത് എങ്ങനെയാണെന്ന് പ്രദർശിപ്പിക്കുക, സായിബാബയുടെ ആശ്രമത്തിന് പുറത്ത് എന്ന് അദ്ദേഹം കാണിക്കുന്ന അത്ഭുതങ്ങൾ കാണിക്കുക, ജനക്കൂട്ടത്തെ ആകർഷിക്കുക. ജനക്കൂട്ടം ആകർഷിക്കപ്പെട്ട് കഴിയുമ്പോൾ അവരോട് ഇത് സയൻസിന്റെ രീതിയിൽ വിശദീകരിക്കുക. അങ്ങനെ ഇംഗ്ലീഷ് മാത്രം അറിയാവുന്ന A.T. കോവൂര് സായിബാബയുടെ പുട്ടവർത്തിയിലെ ആശ്രമത്തിന് മുമ്പിൽ നിന്ന് ദിവ്യാത്ഭുതങ്ങൾ കാണിക്കുകയും അതിനുശേഷം വിശദീകരിക്കുകയും ചെയ്തു. ഇംഗ്ലീഷ് മനസ്സിലാവാത്ത അവിടുത്തെ ജനത പുതിയൊരു ദിവ്യനായിട്ട് കോവൂരിനെ ആരാധിച്ചു തുടങ്ങി എന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പുകളിൽ A.T. കോവൂര് എഴുതുന്നുണ്ട്. ദിവ്യാത്ഭുത അനാവരണം അന്ന് യുക്തിചിന്തയുടെ ശാസ്ത്ര പ്രചരണത്തിന്റെ ഒക്കെ മുഖമുദ്രയായിരുന്നു. ഇപ്പോഴും ഈ യുക്തിവാദ അല്ലെങ്കിൽ ചില യുക്തിവാദ പ്രസ്ഥാനങ്ങൾ, KYS പോലെ, കേരള യുക്തിവാദി സംഘം പോലെയുള്ള ചില സംഘടനകൾ ഇപ്പോഴും ദിവ്യാത്ഭുത അനാവരണം കാര്യമായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ വ്യക്തിപരമായി അവരുടെ ഉദ്ദേശശുദ്ധി ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, ഈ ദിവ്യാത്ഭുത അനാവരണത്തിന്റെ ഒക്കെ കാലം യഥാർത്ഥത്തിൽ കഴിഞ്ഞുപോയി. ഇന്ന് ദിവ്യാത്ഭുത അനാവരണത്തിന്റെ കാലമല്ല, ഇന്ന് ന്യൂ ഏജ് ഗുരുക്കന്മാരുടെ കാലമാണ്. നോളജിനെ, യഥാർത്ഥ സയൻസിന്റെ മേമ്പൊടി ചേർത്ത് കൗണ്ടർ നോളജിനെയും സ്യൂഡോ സയൻസിനെയും അതുപോലെ തന്നെ വർഗീയവാദത്തെയും തങ്ങളുടെ മണ്ടത്തരങ്ങളെയൊക്കെ വളരെ കൃത്യമായിട്ട് വിളമ്പാൻ അറിയാവുന്ന നല്ല കമ്മ്യൂണിക്കേറ്റേഴ്സ് ആയിട്ടുള്ള അപ്പർ ക്ലാസിന്റെ ഉപരിവർഗത്താൽ ആരാധിക്കപ്പെടുന്ന ഒരു ജ്ഞാനവൃദ്ധനെ പോലെയുള്ള ഒരു ആർക്കിടൈപ്പിനെ സ്വയം എടുത്തണിഞ്ഞ നവീന ലോകത്തിന്റെ ഗുരുക്കന്മാരുടെ കാലമാണ്. അവരെ നേരിടാനും അവരെ പൊളിച്ചു കാണിക്കാനും നമുക്ക് എഫക്റ്റീവായ മറ്റു മാർഗങ്ങൾ അവലംബിക്കേണ്ടതായി വരും. ഞാൻ സാന്ദർഭികമായിട്ട് അത് ചൂണ്ടിക്കാണിച്ചെന്ന് മാത്രം. സദ്ഗുരു അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖത്തിൽ പറയുന്നതാണിത്. നിങ്ങളുടെ മനഃശാന്തി തീർത്തും നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായാൽ നിങ്ങൾ ഒരു ഡോക്ടറുടെ അടുത്ത് പോകും. അദ്ദേഹം പരിശോധിച്ചിട്ട് നിങ്ങൾക്കൊരു ഗുളിക തരും. ഈ ഗുളിക കഴിക്കുമ്പോൾ നിങ്ങളുടെ ഘടന ശാന്തമായി തീരുകയും ചെയ്യും. ഈ ഗുളിക ചില രാസപദാർത്ഥങ്ങൾ മാത്രമാണ്. ഈ രാസപദാർത്ഥങ്ങൾ നിങ്ങളുടെ ഘടനയിൽ പ്രവേശിച്ച് നിങ്ങളെ ശാന്തരാക്കുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ശാന്തി എന്ന് നമ്മൾ വിളിക്കുന്നത് ആന്തരികമായ ഒരു രാസപ്രക്രിയയാണ്. ഇതുപോലെ തന്നെ സ്നേഹം, ആനന്ദം, ക്ലേശം, ദുരിതം, ഭയം എന്നിങ്ങനെ നമ്മൾ കടന്നു പോകുന്ന എല്ലാ മനുഷ്യാനുഭവങ്ങൾക്കും നമ്മുടെ ഉള്ളിൽ ഒരു രാസാടിസ്ഥാനമുണ്ട്. ശരിയായ തരത്തിലുള്ള രാസാവസ്ഥ സൃഷ്ടിച്ച് സഹജമായി നിങ്ങളെ ആനന്ദവും ശാന്തിയും നിറഞ്ഞതാക്കുന്നതാണ് ആത്മീയ പ്രക്രിയ. സഹജമായി തന്നെ നിങ്ങൾ ആനന്ദത്തോടെ ആകുമ്പോൾ, അതിനുവേണ്ടി ബാഹ്യമായി ഒന്നും ചെയ്യേണ്ടതില്ലാതാകുമ്പോൾ ജീവിതത്തിന്റെ അർത്ഥതലങ്ങൾക്ക് തന്നെ മാറ്റമുണ്ടാകുന്നു. ഈ ലോകത്ത് നിങ്ങൾ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നതും നിങ്ങൾ സ്വയം എങ്ങനെ ദ്യോതിപ്പിക്കുന്നു എന്നതും വ്യത്യസ്തമായി തീരുന്നു. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ എങ്ങനെ അനുഭവിച്ചറിയുന്നു എന്നതും വ്യത്യസ്തമായി തീരുന്നു. പ്രഥമ ദൃഷ്ട്യാ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത സ്റ്റേറ്റ്മെന്റ് എന്ന് തോന്നുന്ന ഈ സ്റ്റേറ്റ്മെന്റിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയൊരു കൗണ്ടർ നോളജ് ഉണ്ട്. സദ്ഗുരു അദ്ദേഹം പറയുന്ന ഡിപ്രഷനെ കുറിച്ചാണ്, വിഷാദ രോഗത്തെ കുറിച്ച്. നിങ്ങൾ ഡിപ്രസ്ഡ് ആണെങ്കിൽ നിങ്ങളൊരു ഡോക്ടറുടെ അടുത്ത് പോകും. അദ്ദേഹം നിങ്ങൾക്കൊരു ആന്റി ഡിപ്രസന്റ് ടാബ്ലറ്റ് തരും. അത് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ശാന്തി കിട്ടും. കാരണം അതൊരു കെമിക്കൽ റിയാക്ഷനെ ട്രിഗർ ചെയ്യുന്നു. അത് നിങ്ങളുടെ മനസ്സിനെ ശാന്തിയിലേക്ക് നയിക്കുന്നു. ഇത്രയും അദ്ദേഹം പറഞ്ഞത് സയൻസിന്റെ മേമ്പൊടി ചേർത്ത സാധനം. അതിനുശേഷം അദ്ദേഹം പറയുന്നത് എന്താണ്? സഹജമായി നിങ്ങളെ ആനന്ദവും ശാന്തിയും നിറഞ്ഞതാക്കുന്നത് ആത്മീയ പ്രക്രിയയാണ്. റിലീജിയനെ, മിസ്റ്റിക് എക്സ്പീരിയൻസുകളെ, ദർശനാത്മകമായിട്ടുള്ള അനുഭവങ്ങളെ, ദാർശനികമായിട്ടുള്ള അനുഭവങ്ങളെ അദ്ദേഹം ഒളിച്ച് കടത്തുകയാണ്. യഥാർത്ഥത്തിൽ ഈ മിസ്റ്റിക് എക്സ്പീരിയൻസുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തലച്ചോറിന്റെ ചില പ്രവർത്തനങ്ങൾ താൽക്കാലികമായി തടയപ്പെടുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു അനുഭൂതി മാത്രമാണ്. നിങ്ങൾ ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിച്ചിരുന്ന് ധ്യാനം നടത്തുമ്പോൾ, അല്ലെങ്കിൽ താളാത്മകമായിട്ടുള്ള ചലനങ്ങൾ, സംഗീതം, ശബ്ദങ്ങൾ നിങ്ങളുടെ ചുറ്റും ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മൂഡ് ഷിഫ്റ്റിംഗ് റിതമിക് മൂവ്മെന്റ്സ്, നിങ്ങളുടെ മൂഡിനെ ഷിഫ്റ്റ് ചെയ്യാൻ ശേഷിയുള്ള താളാത്മകമായിട്ടുള്ള ചലനങ്ങൾ. ഈ ചലനങ്ങൾ നിങ്ങളുടെ തലച്ചോറിലെ ഹിപ്പോ ക്യാമ്പസ് പോലെയുള്ള ഏരിയകളെ സ്വാധീനിക്കുന്നു. അത് ആദ്യമേ തന്നെ നിങ്ങളുടെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം, സിമ്പതറ്റിക് സിസ്റ്റം ആൻഡ് പാരാസിമ്പതറ്റിക് സിസ്റ്റം, ഇതിനെ രണ്ടിനെയും സ്വാധീനിക്കുന്നു. വേഗതയേറിയ ചലനങ്ങൾ സിമ്പതറ്റിക് സിസ്റ്റത്തെയും, പ്രായേണ മന്ദഗതിയിലുള്ള ചലനങ്ങൾ, പാട്ട്,
ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഇതൊക്കെ പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തെയും സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഇത് രണ്ടും നിങ്ങളുടെ തലച്ചോറിലുള്ള അസോസിയേഷൻ അല്ലെങ്കിൽ ഓറിയന്റേഷൻ ഏരിയ തുടങ്ങിയ ഭാഗങ്ങളിൽ പ്രവർത്തിച്ച് നിങ്ങളുടെ ഇൻപുട്സ്, സെൻസറി ഇൻപുട്സ്, പെർസെപ്ഷൻസ് നിങ്ങളുടെ തലച്ചോറിൽ എത്തുന്നത് തടയുന്നു. അങ്ങനെ നിങ്ങളുടെ സെൽഫ് കൺട്രോൾ, സെൽഫ് കോൺഷ്യസ്നെസ്, അവനവൻ എന്നുള്ള ബോധം താൽക്കാലികമായിട്ട് നഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് ഈ ആൾദൈവങ്ങളുടെ മുമ്പിലൊക്കെ ഇരുന്ന് ആടിപ്പാടുകയും ഭജന നടത്തുകയും സ്തോത്രം നടത്തുകയും ഒക്കെ ചെയ്യുന്നവര് അലിഞ്ഞില്ലാതാവുന്നത്. അവർക്കൊരു ഓഷ്യാനിക് ഫീലിംഗ് കിട്ടുന്നത്. ഓഷ്യാനിക് ഫീലിംഗ്, സമുദ്രം പോലെ അന്തമില്ലാത്ത, നിങ്ങളും ഞാനും ഒക്കെ ഒന്നാണ്, ഈ ലോകം തന്നെയാണ് ഞാൻ എന്നൊക്കെയുള്ള ചിന്തകൾ വരുന്നത്. എനിക്ക് സാന്ദർഭികമായിട്ട് ഞാൻ പറയാം, എനിക്കൊരു രോഗി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഈ സെൽഫ് എന്ന് പറയുന്ന ഭാഗത്തിന് ഉള്ള പ്രശ്നമായിരുന്നു, മാനസിക രോഗം. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ഒരു വലിയ ലാൻഡ്സ്കേപ്പാണ്. അദ്ദേഹം പറയുന്ന ഇതാണ്: എന്നിൽ കെട്ടിടങ്ങളുണ്ട്, അല്ലെങ്കിൽ വാഹനങ്ങൾ നിങ്ങൾക്ക് പാർക്ക് ചെയ്യാം, മരങ്ങളുണ്ട്, വീടുകളുണ്ട്, റോഡുകളുണ്ട്. അദ്ദേഹത്തിന് ഈ സെൽഫ്, എവിടെയാണ് അവനവൻ തീരുന്നത്, എവിടെയാണ് എൻവയോൺമെന്റ് നമ്മിലല്ലാത്ത സ്ഥലം തുടങ്ങുന്നത് എന്നുള്ള ബോധം, സെൽഫിനെ കുറിച്ചിട്ടുള്ള ബോധം നഷ്ടപ്പെട്ട അവസ്ഥ. ഇത് താൽക്കാലികമായി തടയുക എന്നുള്ള അവസ്ഥയിലൂടെ നിങ്ങൾക്കൊരു ആനന്ദാനുഭൂതി, ഒരു തരിപ്പ് ഒക്കെ തരുന്ന ഒരു സംഗതിയാണ് ഈ മിസ്റ്റിക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഇദ്ദേഹം സദ്ഗുരു അലക്സാണ്ടറെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ്. അത് ഞാൻ ചുരുക്കി പറയാം അതിന്റെ ആശയം. ഈ അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് നിങ്ങൾ അലക്സാണ്ടറിനെ വിളിക്കുന്നുണ്ടല്ലോ, അദ്ദേഹം അത്ര ഗ്രേറ്റ് ഒന്നും അല്ല. അദ്ദേഹം എന്തുകൊണ്ടാണ് മഹാനായത്? ലോകത്തെ 10,000 കൊന്നുകൊണ്ടാണ് അദ്ദേഹം മഹാനായത്. നിങ്ങൾ അദ്ദേഹത്തെ മഹാനെന്ന് വിളിക്കരുത്. ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢിയാണ് അലക്സാണ്ടർ എന്നുള്ള സാരോപദേശ കഥയാണ് സദ്ഗുരു ഇവിടെ പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇതാണ്: നിങ്ങളെല്ലാവരും അലക്സാണ്ടർമാർ തന്നെയാണ്, കഴിവിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഇതുപോലെ ലോകത്തെ വെട്ടിപ്പിടിക്കാൻ വേണ്ടി നടന്ന് ഒരിടത്തും എത്താതെ പോയ അലക്സാണ്ടേഴ്സ് ആണ് നിങ്ങൾ. ഈ ലോകം മുഴുവൻ നേടിയാലും ഒരുവൻ തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്തു ഫലം എന്നുള്ള അതേ സാധനം. അപ്പോൾ അദ്ദേഹത്തോട് ചോദ്യകർത്താവ് ചോദിക്കുകയാണ്: ഗുരുജി, മഹാനായ അലക്സാണ്ടറെ ഒരു വിഡ്ഢിയായി അങ്ങ് തള്ളിക്കളഞ്ഞു. എനിക്കൊരു സംശയം. ഇല്ല, എനിക്ക് അയാളെ തള്ളിക്കളയാൻ പറ്റില്ല, അയാൾ ഒരു വിഡ്ഢിയാണെന്ന് സ്ഥാപിക്കുകയാണ് ഞാൻ. അടുത്ത ചോദ്യം ഇതാണ്: അതേ ഗുരുജി, എനിക്ക് മറ്റൊരു സംശയം. കുരുക്ഷേത്ര യുദ്ധത്തിൽ ആയുധങ്ങൾ താഴെ വെച്ച് നിൽക്കുന്ന അർജുനനെ ഭഗവാൻ കൃഷ്ണൻ നിർബന്ധിച്ചതെന്തിന്? തന്റെ ബന്ധുജനങ്ങളോട് യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കാതെ നിന്ന് അയാളെ എന്തിന് യുദ്ധത്തിന് നിർബന്ധിച്ചു? ഗീതയുടെ അടിസ്ഥാനപരമായ ചോദ്യത്തെയാണ് ഇവിടെ ചോദ്യകർത്താവ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് സദ്ഗുരുവിന്റെ മറുപടി ഇതാണ്: കൃഷ്ണനെ നിങ്ങൾ ഇതിലേക്ക് ഇപ്പോൾ എന്തുകൊണ്ട് കൊണ്ടുവരുന്നു? കൃഷ്ണനെ ഇതിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് കൃഷ്ണൻ ആരായിരുന്നു എന്നതിനെ പറ്റി കുറച്ച് ധാരണ നമുക്ക് ഉണ്ടാവണം. കൃഷ്ണൻ നിങ്ങളുടെ യുക്തിയുടെ തലത്തിൽ ഒതുങ്ങുന്നതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ കൃഷ്ണൻ അമ്പലങ്ങൾ പണിതു, അത് വളരെ എളുപ്പമാണ്. നിങ്ങൾ കൃഷ്ണനെ ആരാധിക്കുന്നു, അതും വളരെ എളുപ്പമാണ്. എന്നാൽ നിങ്ങളുടെ അയൽപക്കത്ത് കൃഷ്ണനെ പോലുള്ള ഒരാളുണ്ടെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കുമോ? അദ്ദേഹത്തെ അംഗീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? പറ്റുമോ? നിങ്ങൾക്ക് ചോദിച്ച ചോദ്യം എന്താ? ഗീത എന്ന് പറയുന്നത് പടപ്പാട്ടല്ലേ? കൃഷ്ണൻ അർജുനനോട് ആയുധമെടുത്ത് സ്വന്തം സഹോദരന്മാരെയും പിതാമകനെയും കൊല്ലാനല്ലേ നിർദ്ദേശിച്ചത്? ഇവിടെ കൊലപാതകിയായ അലക്സാണ്ടറെ നിങ്ങൾ തള്ളിക്കളയുന്നു, എന്നാൽ നിങ്ങൾ കൃഷ്ണനെ സ്വീകരിക്കുന്നു. ഇതിന്റെ സാങ്കത്യം എന്ത്? ഇതാണ് ചോദ്യം. അദ്ദേഹം പറയുന്ന മറുപടി എന്താ? നിങ്ങൾ എന്തിനാ കൃഷ്ണനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? കൃഷ്ണൻ ആരാന്ന് നിങ്ങൾക്ക് അറിയാവോ? നിങ്ങളുടെ യുക്തി കൊണ്ടൊന്നും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളല്ല കൃഷ്ണൻ. നിങ്ങളുടെ വീടിന്റെ അടുത്ത് കൃഷ്ണനെ പോലെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരാധിക്കുവോ? നിങ്ങൾ അദ്ദേഹത്തിന് അമ്പലം പണിയോ? പറയൂ, എനിക്കിപ്പോ അറിയണം. തെന്നി പോവുക, ചോദ്യങ്ങളെ മാറ്റുക. ചോദ്യം ചോദിച്ചതിന് അവസാനം ചോദിച്ച ചോദ്യം എന്താന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവില്ല. പിന്നെ ആരാധിക്കാൻ എങ്ങനെ നിങ്ങൾക്ക് കഴിയും? കൃഷ്ണൻ ദൈവമാണെന്ന് നിങ്ങളുടെ പിതാമകൻ പറഞ്ഞു തന്നുകൊണ്ട് നിങ്ങൾ ആരാധിക്കുന്നു. നിങ്ങളുടെ അയൽപക്കത്തേക്ക് പക്ഷെ അദ്ദേഹം ഇപ്പോൾ അടിവെച്ച് പ്രവേശിച്ചാൽ നിങ്ങൾ അംഗീകരിക്കില്ല. അതിനാൽ നിങ്ങളുടെ ആരാധന കപടമാണ്. നിങ്ങൾ കൃഷ്ണനെ പറ്റി ചിന്തിക്കുന്നതൊക്കെയും കപടമാണ്. എന്തെന്നാൽ അതുപോലെ ഒരാൾ നിങ്ങളുടെ സമൂഹത്തിൽ പ്രവേശിച്ചാൽ നിങ്ങൾ അംഗീകരിക്കില്ല, ശിക്ഷിക്കാൻ ആഗ്രഹിക്കും. എന്തെന്നാൽ നിങ്ങളുടെ ഭാര്യ അദ്ദേഹവുമായി നൃത്തം ചെയ്യാൻ ആഗ്രഹിച്ചേക്കും. നിങ്ങളുടെ അമ്മയും നിങ്ങളുടെ മക്കളും അദ്ദേഹത്തോടൊത്ത് നൃത്തം ചെയ്യാൻ ആഗ്രഹിച്ചേക്കും. എന്താണ് സംഭവിക്കുന്നത് നിങ്ങളൊട്ട് അറിയുകയുമില്ല. ഇതായിരിക്കും യാഥാർത്ഥ്യമെങ്കിലും ഈ അവസ്ഥ ഉൾക്കൊള്ളാൻ മാത്രം പക്വതയില്ല നിങ്ങൾക്ക്. അങ്ങനെയല്ലേ അത്? എന്താണ് ചോദ്യകർത്താവ് ചോദിച്ചത്? എങ്ങോട്ടാണ് സദ്ഗുരു അദ്ദേഹത്തിന്റെ ഉത്തരങ്ങളെ വലിച്ചുകൊണ്ടുപോകുന്നത്?
അവസാനം അദ്ദേഹം ഈ ഉത്തരത്തിലേക്ക് എല്ലാ സ്ലിപ്പറി സ്ലോപ്പ് എല്ലാം കഴിഞ്ഞ് തെന്നി പോയി, ചോദ്യകർത്താവിന്റെ കിളിയും പോയി ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ഉത്തരത്തിലേക്ക് വളരെ ചെറിയ രീതിയിൽ വരുന്നുണ്ട്. അർജുനൻ ഹിംസ ഉപേക്ഷിച്ചിരുന്നെങ്കിൽ, പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ കാൽ തൊട്ട് കൃഷ്ണൻ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞേനെ. 5 or 6 പേർ, അയാളുടെ പിതാമഹന്മാർ, അയാളുടെ ഗുരു, സഹോദരൻ, സ്നേഹിതൻ, ഇവരൊഴിച്ചാൽ എല്ലാവരെയും കശാപ്പ് ചെയ്യാൻ അയാൾ ഒരുക്കമായിരുന്നു. അതുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞു, നിനക്ക് കൊല്ലണമെന്നുണ്ടെങ്കിൽ നിനക്ക് പ്രിയപ്പെട്ടവരെ കൊല്ലുക. ജീവനെ പറ്റി നീ മനസ്സിലാക്കും. നിനക്ക് കൊല്ലണമെന്നുണ്ടെങ്കിൽ നിന്റെ കുഞ്ഞിനെ തന്നെ കൊല്ലുക. അപ്പോൾ ജീവൻ എന്താണെന്ന് നീ മനസ്സിലാക്കും. പക്ഷേ നിനക്കൊരു ബന്ധവുമില്ലാത്ത ഒരാളെ കൊല്ലുകയാണെങ്കിൽ നീ എന്നേക്കും ഒരു വിഡ്ഢിയായി തുടരും. ഗീതയുടെ അടിസ്ഥാനപരമായ ആശയം മുന്നോട്ട് വെച്ചപ്പോ സദ്ഗുരു പറഞ്ഞ മറുപടി എന്താണെന്ന് നിങ്ങൾ കേട്ടു. ശരിക്കും എന്താണ് ഗീത? എന്താണ് ഗീത? കോമണറയ്ക്ക് മുമ്പേ എഴുതപ്പെട്ട, അതിന്റെ പ്രാചീന രൂപത്തിൽ എഴുതപ്പെട്ട, പിന്നീട് ബ്രാഹ്മണ്യം കൂട്ടിച്ചേർക്കലുകൾ നടത്തിയ ഒരു രണഗീതമാണ് ഗീത. രണഗീതമാണ് ഗീത. അതിലേക്ക് പിന്നീട് ബ്രാഹ്മണ്യം മാത്രമല്ല, നിരവധി ധാരകള് അതിന്റെ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു അവിയൽ പരുവത്തില് എനിക്ക് തോന്നുന്നു ഒരു AD 5-ാം നൂറ്റാണ്ടോട് കൂടി ആയിരിക്കണം അതിൽ അവസാനത്തെ കൂട്ടിച്ചേർക്കലുകൾ നടത്തിയെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ അങ്ങനെ കൂട്ടിച്ചേർക്കലുകളൊക്കെ നടത്തപ്പെട്ട ബ്രാഹ്മണ്യത്തിന്റെ കുന്തമുനയായിട്ടുള്ള ഒരു പടപ്പാട്ടും രണഗീതവുമാണ് ഗീത. ഇത് നിങ്ങളുടെ കൺമുന്നിൽ തുറിച്ചു നിൽക്കുന്ന യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ ന്യൂ ഏജ് ഗുരുവിന് അതിനെ വെളുപ്പിക്കണം. അതാണ് അദ്ദേഹം ചെയ്തത്. ദൈവം എന്താണെന്നുള്ള പ്രാഥമികമായിട്ടുള്ള ചോദ്യം, ദൈവം ഉണ്ടോ ഇല്ലയോ, ഗുരുജി മറുപടി പറയാ. ഗുരുജിയുടെ മറുപടി ഇതാണ്: അതിരുകൾക്കപ്പുറത്തേക്ക് പോവുക എന്നതാണ് വഴി. എങ്ങനെ പോകും? അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ യോഗയുടെ, ആത്മീയതയുടെ ശാസ്ത്രം. എവിടെയാണ് അടുത്ത തലം? എവിടെയാണ് ദൈവം? എവിടെ ദൈവമുണ്ടോ അതോ ഇല്ലയോ? ഇതൊന്നും ചിന്തിക്കാതെ ഇരിക്കുക. ഇത്തരത്തിലുള്ള ചിന്തകൾ നിങ്ങളെ സങ്കല്പ വിമാനത്തിൽ എത്തിക്കുകയുള്ളൂ. ഒരു ചോദ്യത്തിനും കൃത്യമായിട്ടുള്ള മറുപടികൾ പറയാതിരിക്കുക. ചോദ്യകർത്താവിനെ ഭ്രമിപ്പിക്കുന്ന രീതിയിൽ, വഴിതിരിച്ചു വിടുന്ന രീതിയിൽ ഈ ലോജിക്കൽ ഫാലസീസ്, ന്യായ വൈകല്യങ്ങള് ഇങ്ങനെ മാറി മാറി ഉപയോഗിക്കുക. അതുപോലെ തന്നെ ചില കഥകൾ പറയുക, അനുഭവ കഥകൾ പറയുക, അനക്ഡോട്ടൽ ഫാലസി, അനുഭവ സാക്ഷ്യങ്ങൾ പറയുക. അതുപോലെ തെറ്റായിട്ടുള്ള അനക്ഡോട്ട്സ് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ആർഗ്യുമെന്റ് ബൈ ഗിബറിഷ്, പരസ്പര വിരുദ്ധമായിട്ടുള്ള യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് പറഞ്ഞ് ആളുകളുടെ കയ്യടി വാങ്ങിക്കുക. പ്രത്യേകിച്ച് നോക്കിയാൽ അതിൽ യാതൊരു അർത്ഥവും ഉണ്ടാവില്ല. സെലക്റ്റീവ് അറ്റൻഷൻ ആൻഡ് സെലക്റ്റീവ് കോഗ്നിഷൻ, വളരെ സ്പെസിഫിക് ആയിട്ട് ഒരു ഭാഗത്തെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് പ്രധാന ചോദ്യത്തിൽ നിന്ന് അകന്നു പോവുക. സ്ലിപ്പറി സ്ലോപ്പ്, തെന്നി പോവുക. ഇങ്ങനെ നിരവധിയായിട്ടുള്ള അപ്പീൽ ടു അതോറിറ്റി, ഏതെങ്കിലും മഹാനായ വ്യക്തിയുടെയോ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയുടെയോ അനുഭവ കഥയെ കൊണ്ടുവന്ന് ഉത്തരത്തെ വിപുലീകരിച്ച് സ്ഥാപിക്കുക. ഇതൊക്കെയാണ് യഥാർത്ഥത്തില് ഈ ന്യൂ ഏജ് ഗുരുക്കന്മാർ അവരുടെ ഉത്തരങ്ങൾ പറയാനായിട്ട് സ്വീകരിക്കുന്ന മാർഗം. ഈ ഉത്തരങ്ങൾ കേട്ട് ഭ്രമിച്ചു വശായിട്ടുള്ള, എന്തിനു കൂടുതൽ പറയുന്നു, ചന്ദ്രയാന്റെ വിക്ഷേപണ സമയത്ത് ISROയിൽ വിളിച്ചു വരുത്തപ്പെട്ട മുഖ്യ അതിഥിയായിരുന്നു സദ്ഗുരു. ചന്ദ്രഗ്രഹണ സമയത്ത് നിങ്ങളുടെ ഭക്ഷണം വിഷമയമാകുന്നു എന്നും വടക്കോട്ട് തല വെച്ചാൽ തലയിൽ ഹെമറേജ് ഉണ്ടാകുമെന്നും ഇന്ത്യൻ പ്രാചീന ഗ്രന്ഥങ്ങളിൽ നിന്ന്, വേദങ്ങളിൽ നിന്ന് ഡാർവിൻ സ്വീകരിച്ചതാണ് പരിണാമവാദമെന്നും അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ദശാവതാരമെന്നും പറഞ്ഞ സദ്ഗുരുവാണ് ISROയില് ക്ഷണിക്കപ്പെട്ടത്. അദ്ദേഹം ചന്ദ്രയാൻ 2-ന്റെ വിജയം അന്ന് തന്നെ ദീർഘദർശനം ചെയ്തു. അതിനുശേഷം എന്താ ഉണ്ടായതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ രീതിയിൽ സയന്റിഫിക് ടെമ്പർ ഇല്ലാത്ത ആളുകള് ഈ സ്ഥാനത്തിരിക്കുകയും അവരുടെ ആശയങ്ങളും അവരുടെ പ്രവർത്തികളും ഒക്കെ മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെ ഏറെ വാഴ്ത്തപ്പെടുകയും ചെയ്യുക എന്നുള്ള പരിതാപകരമായിട്ടുള്ള അവസ്ഥ നമ്മുടെ രാജ്യത്ത് ഇന്നുണ്ട്. ഇത് സ്വപ്നങ്ങളെ കുറിച്ച് സദ്ഗുരു പറയുന്നതാണ്. ഞാൻ സമയം പരിമിതി കൊണ്ട് കൂടുതൽ വായിക്കുന്നില്ല. അദ്ദേഹം ഫ്രോയിഡിനെയും യുങ്ങിനെയും ഒക്കെ വിശദീകരിച്ച് കുറച്ച് സ്യൂഡോ സയൻസിന്റെ ഒക്കെ മരുന്ന് ചേർത്തതിന് ശേഷം അദ്ദേഹം ജാക്ക് സ്റ്റീവൻസിനെ കുറിച്ച് പറയുകയാണ്.
ജാക്ക് സ്റ്റീവൻസൺ ഒരു സ്വപ്നം കണ്ടു. അദ്ദേഹം സ്വപ്നത്തിൽ ചൂടുള്ള വെള്ളം പോപ്പിനോട് ചോദിച്ചു. പോപ്പ് ചൂടുള്ള വെള്ളം എടുക്കാൻ പോയി. അദ്ദേഹം സ്വപ്നത്തിൽ നിന്ന് എഴുന്നേറ്റ് അതിനെക്കുറിച്ച് പശ്ചാത്തപിച്ചു. കാരണം തണുത്ത വെള്ളം ചോദിച്ചിരുന്നെങ്കിൽ പോപ്പ് ചൂടുവെള്ളം തിളപ്പിക്കാനായിട്ട് പോകേണ്ടി വരില്ലായിരുന്നല്ലോ. ഈ രീതിയിലുള്ള കഥകളൊക്കെ പറഞ്ഞാണ് അദ്ദേഹം സ്വപ്നത്തെക്കുറിച്ച് പറയുന്നത്. ആക്ച്വലി ഡ്രീംസ് ആർ നോട്ട് മെന്റ് ടു ബി ഇന്റർപ്രറ്റഡ്. നിങ്ങളുടെ തലച്ചോറിന്റെ ഒരു മസ്തിഷ്കത്തിന്റെ ഒരു പ്രതിഭാസം മാത്രമാണ് സ്വപ്നങ്ങൾ. നിങ്ങളുടെ കാഴ്ചയുടെ മസ്തിഷ്കം അത് ഉറക്കത്തിലും സക്രിയമാകുമ്പോൾ ചില കാഴ്ചകൾ നിങ്ങളുടെ തലച്ചോറിൽ മിന്നിമറയുന്നു. അതാണ് സ്വപ്നം. ഡ്രീംസ് ആർ നോട്ട് മെന്റ് ടു ബി ഇന്റർപ്രറ്റഡ്. സ്യൂഡോ സയൻസ് അദ്ദേഹം ഇങ്ങനെ മരണാനന്തര ജീവിതത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നു. മരണാനന്തരം ജീവിതം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സദ്ഗുരു പറയുന്ന ഇതാണ്, മരണത്തിന് ശേഷമുള്ള ജീവിതം ഒട്ടുമിക്ക ആളുകൾക്കും ഇവിടെയുള്ള അവരുടെ ജീവിതം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാ. അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ ആ പ്രധാന ചോദ്യത്തിൽ നിന്ന് വഴുതി മാറുന്നു. ചോദ്യകർത്താവിനെ പരിഹസിക്കുന്നു, ഷെയ്മിങ്. ചോദ്യം ചോദിച്ചവനെ കളിയാക്കുക, ലൈയിങ്, പച്ച നുണ പറയുക, ഡൈവേർട്ട് ചെയ്യുക, കാര്യങ്ങളെ അതിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോവുക. ഇത്തരം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഞുണുക്ക് വിദ്യകളാണ് ഈ സദ്ഗുരു ഉപയോഗിക്കുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ കേരള സമൂഹത്തിൽ ഈയിടെ മുഖ്യധാരാ മാധ്യമങ്ങളിലെ TV ചാനലുകളിലൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ശ്രീ എം എന്ന് പറഞ്ഞാൽ അദ്ദേഹം മുസ്ലിം നാമധാരിയായിരുന്നു. ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിക്കുകയും പിന്നീട് ഹിമാലയത്തിലേക്ക് യാത്രയ്ക്ക് പോവുകയും ഈ ഹിമാലയ സന്ദർശനത്തിന് ശേഷം അദ്ദേഹം തന്റെ ഗുരുവായ ബാബാജിയെ കണ്ടെത്തുകയും അതിനുശേഷം ഒരു ആത്മീയ ദർശനത്തിലേക്ക് ഉണരുകയൊക്കെ ചെയ്ത, ദൈവങ്ങൾ ഉണ്ടെന്നോ ഇല്ലെന്നോ തെളിച്ചു പറയാത്ത, മതങ്ങൾ വേണമോ വേണ്ടയോ എന്ന് തിരിച്ചു പറയാത്ത അല്ലെങ്കിൽ വ്യക്തമായി പറയാത്ത സയൻസിന്റെ പുതിയ പ്രവാചകൻ, സയൻസിനെയും മതത്തെയും മതാത്മകതയെയും കൂട്ടിയിണക്കുന്ന നവീന പ്രവാചകൻ എന്നൊക്കെ വാഴ്ത്തപ്പെട്ട ഒരാളാണ് ഈ ശ്രീ എം. ഇത് ശ്രീ എമ്മിന്റെ ചില അഭിമുഖങ്ങൾ നമ്മുടെ TV ചാനലിലൊക്കെ നടന്നതിന്റെ ചില ചോദ്യങ്ങളാണ്. അപ്പീൽ ടു അതോറിറ്റിയുടെ ഉത്തമ ഉദാഹരണമാണ്. ഉറ്റ സുഹൃത്തായ ശാസ്ത്രജ്ഞൻ ECD സുദർശനെ പറ്റി ശ്രീ എം പറയുന്ന ഇതാണ്. ഈ സുദർശൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അടുത്ത സുഹൃത്താണ്. വിളയന്നൂർ രാമേന്ദ്രനെ പറ്റി അദ്ദേഹം പറയുന്നു, വളരെ നല്ല മനുഷ്യനാണ് രാമേന്ദ്രൻ. ന്യൂറോ സയൻസിന്റെ ലോകത്ത് വളരെ ഉയർന്ന സ്ഥാനമാണ് രാമേന്ദ്രനുള്ളത്. വളരെ നേരത്തെ തന്നെ നോബൽ സമ്മാനം കിട്ടേണ്ട വ്യക്തിയാണ് രാമേന്ദ്രൻ. ഫാൻറ്റംസ് ഇൻ ദ ബ്രെയിൻ, ദ എമർജിംഗ് മൈൻഡ് തുടങ്ങിയ അദ്ദേഹത്തിന്റെ ശ്രദ്ധേയ രചനകളാണ്. ബോധത്തെ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആത്മീയ തലത്തിലും വളരെ ഉയർന്ന ചിന്തയുള്ള ആളാണ് അദ്ദേഹം. ബോധം തലച്ചോറിന്റെ ഒരു പ്രവർത്തനമാണെന്നാണ് ശാസ്ത്രകാരൻ എന്ന നിലയിൽ വിളയന്നൂർ രാമേന്ദ്രൻ പറയുന്നത്. പക്ഷേ വ്യക്തിപരമായി അദ്ദേഹം അങ്ങനെ തീർത്തു പറയുന്നുമില്ല, ചോദ്യചിഹ്നം ഇട്ടിട്ടുണ്ട്. ഒരിക്കൽ സ്വകാര്യ സംഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞു, തലച്ചോറിന്റെ ചില ഭാഗങ്ങൾ ഉദ്ദീപിപ്പിച്ചാൽ അസാധാരണ അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, അനുഭവം സ്റ്റിമുലേഷന്റെ ഉൽപ്പന്നമാണോ അതോ അനുഭവം സ്റ്റിമുലേഷനിലൂടെ പുറത്തു വരുന്നതാണോ? അതൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങളെ പോലെയുള്ളവരായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. വിളയന്നൂർ രാമേന്ദ്രന്റെ ശാസ്ത്രരംഗത്തെ നേട്ടങ്ങളുടെ മുഴുവൻ പിതൃത്വം അവകാശപ്പെടുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹമല്ല, ഈ പറയുന്ന ദാർശനികമായിട്ടുള്ള സങ്കല്പങ്ങളിലാണ് ഇതിന്റെ യഥാർത്ഥ പിതൃത്വം എന്നാണ് ഈ പറയുന്നത്. ചുരുക്കത്തില് എട്ടുകാലി മമ്മൂഞ്ഞിസം, മലയാളത്തില് മധ്യ തിരുവിതാംകൂറിന്റെ ഭാഷയിൽ അതിനൊരു പേരുണ്ട്, അത് ഞാൻ പൊതു സദസ്സിൽ പറയുന്നില്ല. രജനികാന്ത് ഇതേപോലെ എന്നെ കാണാനായിട്ട് വന്നതിനെ കുറിച്ചും ഈ ശ്രീ എം പറയുന്നുണ്ട്. അതുപോലെ ശ്രീ എമ്മിന്റെ മറ്റൊരു സങ്കല്പമാണ് ചെമ്പഴന്തി സ്വാമി, കല്ലടി മസ്താൻ, മായിയമ്മ. ഇവരൊക്കെ മഹത് വ്യക്തിത്വങ്ങളായിരുന്നു, പക്ഷേ ഭ്രാന്തന്മാരുമായിരുന്നു. സമൂഹം അങ്ങനെയാണ് വിശ്വസിച്ചിരുന്നത്. അപ്പോൾ എവിടെയാണ് ഭ്രാന്തും മഹാന്മാവും തമ്മിലുള്ള അതിർവരമ്പ്? അദ്ദേഹത്തിന്റെ മറുപടി ഇതാണ്. ചോദ്യകർത്താവ് ഈ ചോദ്യം ഉന്നയിക്കുന്നു, കല്ലടി മസ്താൻ, മായിയമ്മ, ചെമ്പഴന്തി സ്വാമി ഇവരൊക്കെ മാനസിക പ്രശ്നങ്ങളുള്ളവരായിരുന്നു എന്ന് നിരീക്ഷിക്കപ്പെട്ടിട്ടുള്ളവരാണ്. ഈ മായിയമ്മയൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ കന്യാകുമാരി ആ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നവരാണ്. അവർ ഈ തെരുവ് പട്ടികളൊക്കെ എടുത്ത് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമായിരുന്നു. അങ്ങനെ അവരുടെ വിചിത്രമായിട്ടുള്ള വ്യക്തിത്വം കൊണ്ട് അവരൊരുപാട് അറിയപ്പെട്ടു, വാഴ്ത്തപ്പെട്ടു. അങ്ങനെയൊക്കെയുള്ള ഒരാളായിരുന്നു മായിയമ്മ. ശ്രീ എമ്മിന്റെ മറുപടി ഇതാണ്, ചില വലിയ കവികളും എഴുത്തുകാരും ഒക്കെ ഭ്രാന്തന്മാരെ പോലെ ജീവിക്കുന്നത് കണ്ടിട്ടില്ലേ? അവർ കരുതുന്നത് നമുക്കാണ് ഭ്രാന്ത് എന്നാണ്. അനന്തമായ ഒരു ഊർജവുമായി കഴിയുന്ന അവരെ സാധാരണ നിർവചനങ്ങളിൽ ഒതുക്കാനാവില്ല. ഇത് ഊർജത്തിന്റെ ഒരു തരം പൊട്ടിത്തെറിയാണ്. ഞാനും ഒരു പരിധിവരെ അങ്ങനെ തന്നെയാണ്. പൊട്ടിത്തെറി കഴിഞ്ഞാൽ വീണ്ടും പഴയതുപോലെ ആകാനാവില്ല. ചെമ്പഴന്തി സ്വാമിയും കല്ലടി മസ്താനും മായിയമ്മയൊക്കെ അവധൂത ജന്മങ്ങളാണ്.
പലപ്പോഴും ഈ മാനസിക പ്രശ്നങ്ങൾ മിസ്റ്റിക് എക്സ്പീരിയൻസുകൾക്ക് വളമായിട്ടുണ്ട്. ഇപ്പോ ശ്രീരാമകൃഷ്ണ പരമഹംസൻ സ്വാമി വിവേകാനന്ദന്റെ ഗുരുവായിരുന്നു. എന്തായിരുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ദർശനങ്ങളുടെ അടിസ്ഥാനം? ടെമ്പറൽ ലോബ് എപ്പിലെപ്സി ആയിരുന്നു. അദ്ദേഹം ചെറുപ്പകാലം തൊട്ടേ ടെമ്പറൽ ലോബ് എപ്പിലെപ്സി രോഗബാധിതനായിരുന്നു. അതുപോലെ തന്നെ അവിശ്വസനീയമായിട്ടുള്ള ഒരുപാട് പരാമർശങ്ങൾ ശ്രീ എം ഇതിൽ നടത്തുന്നുണ്ട്. അതിലൊന്നാണ് ഈ നാഗരാജാവിനെ കണ്ടതിനെ കുറിച്ച്. ഇത്രയൊക്കെ വിളയന്നൂർ രാമചന്ദ്രന്റെ ഒക്കെ സുഹൃത്ബന്ധം അവകാശപ്പെടുന്ന, അദ്ദേഹത്തിന്റെ ശാസ്ത്ര നേട്ടങ്ങളുടെ പിതൃത്വം അവകാശപ്പെടുന്ന ഒരു ജ്ഞാനമണ്ഡലത്തിൽ നിന്നുകൊണ്ട് അതിന്റെ നിലപാട് തറയിൽ ഊന്നി നിന്നുകൊണ്ട് ശ്രീ എം പറയുകയാണ്, ഈ പ്രപഞ്ചത്തിൽ ഇവിടെ മാത്രമേ ജീവനുള്ളൂ എന്നും മനുഷ്യരൂപത്തിന് മാത്രമേ പൂർണ്ണതയുള്ളൂ ധരിക്കുന്നതും പറയുന്നതും വിഡ്ഢിത്തമാണ്. പല ഗ്രഹങ്ങളിൽ വിവിധ രൂപങ്ങളിൽ വിഭിന്ന തലങ്ങളിൽ ജീവൻ നിലനിൽക്കുന്നു. ബുദ്ധിയുടെ കുറവ് കൊണ്ടല്ല, സങ്കല്പശക്തിയുടെ കുറവ് കൊണ്ടാണ് ഭൂമിയിലെ മൃഗങ്ങൾക്ക് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കാൻ കഴിയാതെ വരുന്നത്. ലോകത്തിലെ എല്ലാ ആദിമ സംസ്കാരങ്ങളിലും നാഗത്തിന് പ്രാമുഖ്യമുണ്ട്. മഹാവിഷ്ണുവിന്റെ ശൈലിയും പരമശിവന്റെ ആഭരണവും ഈജിപ്തിലെ ഫറവോയുടെ കിരീടവും നാഗമാണ്. ജ്ഞാനത്തിൽ മനുഷ്യനേക്കാൾ ഒരു പടി മുന്നിൽ നിന്നിരുന്ന നാഗങ്ങളാണ് ഈ ഭൂമി മനുഷ്യർക്ക് സമ്മാനിച്ചത്. നാഗരൂപത്തിലുള്ളവർ മറ്റേതോ ലോകത്തിൽ നിന്ന് കൊണ്ടുവന്ന അറിവുകൾ നമുക്ക് തന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നാം കാണുന്നവ യഥാർത്ഥ നാഗങ്ങളല്ല, അവയുടെ നീച രൂപങ്ങളാണ്. ഈ സയൻസിന്റെ ആധുനിക ശാസ്ത്രത്തിന്റെ ഒക്കെ മേമ്പൊടി ചേർത്ത് കാര്യങ്ങൾ വെതറുന്ന, നല്ല കമ്മ്യൂണിക്കേറ്റർ ആയിട്ടുള്ള, സിസിലിംഗ് ആയിട്ടുള്ള ഭാഷയിൽ സംസാരിക്കുന്ന, വിളയന്നൂരിനെ ഏറ്റെടുക്കുന്ന, രജനികാന്തിനെ ഏറ്റെടുക്കുന്ന, സുദർശനെ ഏറ്റെടുക്കുന്ന, അങ്ങനെ ഒരുപാട് അതോറിറ്റികളെ ഏറ്റെടുക്കുന്ന ആൾ ദൈവങ്ങളുടെയൊക്കെ ജ്ഞാന പരിസരം എന്ന് പറഞ്ഞ ഇതാണ്. അന്യഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന നാഗങ്ങളാണ് ഇവിടെ ഈ ഭൂമി സൃഷ്ടിച്ചത്, മനുഷ്യരെ പരിപാലിക്കുന്നത്. ഒരാശയം കൂടി നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. ചോദ്യകർത്താവിന്റെ ഒരു ചോദ്യമാണ്, താങ്കളുടെ പ്രഭാഷണങ്ങളിലും മറ്റും ഹിമാലയം കടന്നു വരുന്നു. ഹിമാലയം വെറും ഒരു പർവ്വതമല്ലേ? ആൽപ്സ് അതുപോലെ മറ്റൊരു പർവ്വതമാണ്. ഇവിടെയുള്ള ബ്രാഹ്മണ സാഹിത്യമാണ് ഹിമാലയത്തെ ഇത്രയും മഹത്വവൽക്കരിച്ചത്. നിങ്ങൾ ഹിമാലയത്തെ കുറിച്ച് പറയുമ്പോൾ ആത്യന്തികമായി ചെയ്യുന്നത് ഇവിടെയുള്ള സാധാരണക്കാരനായ ഇന്ത്യക്കാരന്റെ വിമോചനത്തിന് തടസ്സം നിൽക്കുന്ന ബ്രാഹ്മണ തത്വശാസ്ത്രങ്ങൾക്ക് കുടപിടിക്കുകയല്ലേ? ബ്രാഹ്മണ സാഹിത്യമാണ് ഹിമാലയത്തെ ഇത്രത്തോളം വലുതാക്കിയത്. അത് ശ്രീ എം അതിന്റെ മറുപടിയിൽ നിന്ന് പതുക്കെ തെന്നി പോകുന്നുണ്ട്, ഞാനിതിവിടെ വായിക്കുന്നില്ല. ഹിമാലയത്തെ ഇത്ര വലുതാക്കിയത് ബ്രാഹ്മണ സാഹിത്യമാണ്, സംശയമില്ല. അത് മാത്രമല്ല, ജ്ഞാനികളുടെ മിസ്റ്റിക് എക്സ്പീരിയൻസ് ഹിമാലയ സാനുക്കളിൽ ഉണ്ടായതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഓക്സിജന്റെ അളവ് നിങ്ങളുടെ തലച്ചോറിൽ കുറയുന്ന അവസ്ഥ ഹൈപ്പോക്സിയ, കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടുന്ന അവസ്ഥ ഹൈപ്പർക്യാപ്നിയ. ഇങ്ങനെയുള്ള അവസ്ഥകൾ നമ്മുടെ തലച്ചോറിൽ ചില ഹാലൂസിനേഷൻസ്, ചില ഡെലൂഷൻസ്, നിങ്ങളുടെ കൈയുടെയും കാലിൻ്റെയും ഒക്കെ അറ്റത്ത് ഒരു തരിപ്പ്, ചുണ്ടിന് ചുറ്റും ഒരു തരിപ്പ്, ഇതൊക്കെ സൃഷ്ടിക്കും. ഹൈപ്പോക്സിയ, ബ്രെയിൻ ഹൈപ്പോക്സിയ. നമ്മൾ ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ, ഉയരം കൂടുമ്പോൾ, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം കൂടുമ്പോൾ ഓക്സിജന്റെ അളവ് സ്വാഭാവികമായിട്ട് കുറയും. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ഹിമാലയത്തിലേക്കും കൈലാസ യാത്രയ്ക്കും ഒക്കെ ഇറങ്ങി പുറപ്പെടുന്നവർക്ക് വിചിത്രമായിട്ടുള്ള അനുഭവങ്ങൾ അവിടെ ചെന്നുണ്ടാകുന്നത്. ഹൈപ്പോക്സിയ. അതുമാത്രമല്ല, അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഹിമാലയത്തിലെ നല്ലൊരു ശതമാനം പേര് കഞ്ചാവ് വലിച്ചിരുന്നു, ചാരായം കുടിച്ചിരുന്നു, അവരതിന്റെ ഉന്മാദത്തിലായിരുന്നു. ലഹരിയാണോ ആത്മീയത? ചോദ്യകർത്താവ് ചോദിക്കുകയാണ്. ശ്രീ എമ്മിന്റെ മറുപടി ഇതാണ്, ഞാനും കഞ്ചാവ് വലിച്ചിട്ടുണ്ട്. ഹരിദ്വാറിലെ നാഗാബാബയുടെ അടുത്ത് ബാബാജി എന്നെ പറഞ്ഞു വിട്ടു. കഞ്ചാവ് വലിച്ച അനുഭവത്തെ കുറിച്ച് അദ്ദേഹം എഴുതുകയാണ്. പലപ്പോഴും ഈ കഞ്ചാവ് ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട, അല്ലെങ്കിൽ ഏറെ വാഴ്ത്തപ്പെട്ട ഒന്നാണ്. ഞാൻ കഞ്ചാവിനെ കുറിച്ച് ഒരുപാട് വേദികളിൽ സംസാരിച്ചിട്ടുണ്ട്. കഞ്ചാവ്, കനാബിസ് സറ്റൈവ എന്ന് പറയുന്ന കനാബിസ് ഇൻഡിക്ക, ഇങ്ങനെ രണ്ട് സസ്യങ്ങളിൽ നിന്ന്, മുൾച്ചെടി വർഗത്തിൽ ക്ലാസിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ള, ബോട്ടണിയിൽ അങ്ങനെയാണ് അത് ക്ലാസിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആ സസ്യങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന, അതിൻ്റെ ഇലയും പൂവും കായും ഒക്കെ ഉണക്കി പൊടിച്ച് വലിക്കുമ്പോഴൊക്കെ കിട്ടുന്ന ഒരു മാദക ദ്രവ്യമാണ് കഞ്ചാവ്. ഇതിലെ ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് 9 ടെട്രാഹൈഡ്രോ കനാബിനോൾ ആണ്. ഇത് 2 റിസപ്റ്റേഴ്സിലാണ് ആക്ട് ചെയ്യുന്നത്, CB1 CB2. CB1 കനാബിനോയിഡ് 1 ഇത് തലച്ചോറിലാണ്,
ഉള്ളത്. തലച്ചോറിലെ ഹിപ്പോ ക്യാമ്പസ്, അമൈഗ്ഡാല, സെറിബെല്ലം, അതുപോലെ തന്നെ ലിംബിക് സിസ്റ്റത്തിലെമ്പാടും ബേസൽ ഗാംഗ്ലിയ, ഫ്രോണ്ടൽ ലോബ്, ഇവിടെയൊക്കെ ഈ റിസപ്റ്റേഴ്സ് CB1 റിസപ്റ്റേഴ്സ് ഉണ്ട്. ഈ റിസപ്റ്റേഴ്സിൽ ഈ ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള 9-tetrahydrocannabinol ചെന്ന് തട്ടുമ്പോഴാണ് ആ സ്വീകരണി, റിസപ്റ്ററിനെ നമുക്ക് സ്വീകരണി എന്ന് പറയാം. ഈ സ്വീകരണിയിൽ പ്രതിപ്രവർത്തിച്ചാണ് നമുക്ക് ഹാലൂസിനേഷൻസ്, ഡെല്യൂഷൻസ്, കാമായിട്ടുള്ള ഒരു എഫക്റ്റ്, ചിലപ്പോൾ ഗുഡ് ട്രിപ്പ്, ചിലപ്പോൾ ബാഡ് ട്രിപ്പ്, പാരനോയിയ, അങ്ങനെയുള്ള കഞ്ചാവിൻ്റെ മാദക സ്വഭാവം പകർന്നു തരുന്ന അനുഭൂതികൾ ഉണ്ടാകുന്നു. ലോസ് ഓഫ് സെൻസ് ഓഫ് ടൈം, സമയത്തെക്കുറിച്ചുള്ള അവബോധം നിങ്ങൾക്ക് നഷ്ടപ്പെടും. പലപ്പോഴും ഈ കഞ്ചാവ് വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എമോട്ടിവേഷൻ സിൻഡ്രോമിലേക്ക് പോകും. എമോട്ടിവേഷൻ സിൻഡ്രോം, അതായത് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന പ്രചോദനം നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഈ കഞ്ചാവ് കൗണ്ടർ കൾച്ചറിന്റെ കാലത്ത് അമേരിക്കയിലൊക്കെ 60കളിലും 70കളിലും ഒക്കെ വളരെ പ്രബലമായിട്ടുള്ള കൗണ്ടർ കൾച്ചറിന്റെ കാലത്ത് അന്ന് സ്വതന്ത്ര ചിന്ത മുന്നോട്ട് വെച്ചിരുന്ന, രാഷ്ട്രീയമായിട്ട് വിയറ്റ്നാം യുദ്ധത്തേക്ക് എതിർത്തിരുന്ന ഒരു യുവത്വം അവിടെ ഉണ്ടായിരുന്നു. അവരുടെ ഒരു മുഖമുദ്രയായിട്ട് LSDയും കനാബിസും ഒക്കെ കടന്നു വരുന്നുണ്ട്. അതിനുശേഷം സാംസ്കാരികമായി ഈ സ്വതന്ത്ര ചിന്തയൊക്കെ മുന്നോട്ട് വെക്കുന്നവര് ഒരു കഞ്ചാവ് വീടി ചുണ്ടിൽ വെക്കണം, ഒരു പൈന്റ് തോൾ സഞ്ചിയിൽ ഇടണം എന്നൊക്കെയുള്ള സങ്കല്പങ്ങൾ വളരെ പ്രബലമായി. യഥാർത്ഥത്തിൽ ഈ കഞ്ചാവിനെ കുറിച്ചുള്ള പുതിയ പഠനങ്ങൾ കാര്യത്തെ വളരെ വ്യക്തമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഉയർന്ന തോതിൽ പെർസെൻറ്റേജ് ഉള്ള, ഏതാണ്ട് 10% മുകളിൽ 9-tetrahydrocannabinol പെർസെൻറ്റേജ് ഉള്ള സ്കങ്ക് പോലെയുള്ള പ്രിപ്പറേഷൻസ് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ, ആംസ്റ്റർഡാം പോലെയുള്ള സ്ഥലങ്ങളിൽ 50% സൈക്കോസിസ് അഥവാ ചിത്തഭ്രമം പ്രിഡിസ്പോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത് കഞ്ചാവ് ഉപയോഗമാണ്. ഞാനല്ല പറഞ്ഞത്. മെയ് 19 ലാൻസ്ലെറ്റ് സ്റ്റഡി, മൾട്ടി സെൻട്രിക് സ്റ്റഡി വളരെ വ്യക്തമായിട്ട് അത് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോഴും ചില സ്വതന്ത്ര ചിന്തകരെങ്കിലും ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഒക്കെ ഈ കഞ്ചാവിനെ ഒരുപാട് വാഴ്ത്തുന്നുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ളത്, ഞാൻ കൽപ്പറ്റയിലെ വിമുക്തി ലഹരി വിമോചന കേന്ദ്രത്തിന്റെ ഹെഡാണ്. എൻ്റെ OPയിലേക്ക് ഒരു ദിവസം വരിക. കഞ്ചാവ് അഡിക്റ്റായി, കഞ്ചാവ് ഒരു ഗേറ്റ് വേ ഡ്രഗായി, ആ ഗേറ്റ് തുറന്ന് എന്നേക്കുമായിട്ട് പതനത്തിലേക്കും മരണത്തിലേക്കും ആത്മഹത്യയിലേക്കും വിഷാദ രോഗങ്ങളിലേക്കും നടന്നെടുത്ത ഒരുപാട് പേരെ നിങ്ങൾക്ക് കണ്ടുമുട്ടാം. പലപ്പോഴും സ്കീസോഫ്രീനിയ സാധ്യത നമ്മുടെ സമൂഹത്തിൽ 1% ഉണ്ട്. ബൈപോളാർ നമ്മുടെ സമൂഹത്തിൽ 2% ഉണ്ട്. ഡിപ്രഷൻ 8-12% ഉണ്ട്. ഇത്തരം സൈക്യാട്രിക് ഡിസോർഡേഴ്സിന് ജനിതകമായി പരുവപ്പെട്ട നിങ്ങളുടെ മസ്തിഷ്കം കഞ്ചാവ് ഉപയോഗത്തിലൂടെ ഈ രോഗങ്ങളിലേക്ക് തുറക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഈ രോഗങ്ങൾ മറ നീക്കി പുറത്തു വരുന്നു. ഞാൻ സാന്ദർഭികമായിട്ട് ഈ ആശയം സൂചിപ്പിച്ചെന്ന് മാത്രം. പലപ്പോഴും ഈ ആൾ ദൈവങ്ങൾ ഇത്തരം മാദക ദ്രവ്യങ്ങളുടെ അനുഭൂതിയിലാണ്. അവസാനം ശ്രീയം എത്തിച്ചേരുന്നത് ശിവനിലാണ്, ശൈവം. ഇത്രയധികം ഇറിലീജിയോസിറ്റിയും വേദാന്തവും നാസ്തികതയൊക്കെ പറഞ്ഞ ശ്രീയം അവസാനം എത്തിച്ചേരുന്നത് ശിവാരാധനയിലാണ്. പലപ്പോഴും ഈ ആൾ ദൈവങ്ങൾ, ഹ്യൂമൻ ഗോഡ്സ്, നമ്മുടെ ഗോത്ര മനുഷ്യന്റെ പ്രാചീനമായ ചോദ്യങ്ങളുടെ സ്പേസിൽ രൂപപ്പെട്ട് വളർന്ന് സമൂഹത്തെ ആകെ മലീമസമാക്കുന്ന രീതിയിൽ അധികാര സ്ഥാനങ്ങളിലേക്ക് പടർന്നു പന്തലിച്ച് സമൂഹത്തിന്റെ ശാസ്ത്രധാരണകളിൽ മേല് തെറ്റായ പൊതുബോധങ്ങളെ അടിച്ചേൽപ്പിച്ചുകൊണ്ടാണ് വിഹരിക്കുന്നത്. ഇത് ഇന്ത്യ ആൾ ദൈവങ്ങളുടെ ഒരു വിളനിലമാകുന്നുണ്ടെങ്കിൽ അതില് ഹിന്ദു റിവൈവലിസത്തിന് വലിയൊരു പങ്കുണ്ട്. ഹിന്ദുയിസം മാത്രമല്ല, എല്ലാ റിലീജിയനിലും ആൾ ദൈവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഞാനത് വിസ്മരിക്കുന്നില്ല. പക്ഷേ ഇന്ത്യയിൽ ഇത്രയധികം അന്ധവിശ്വാസങ്ങൾ ഇന്നത്തെ കാലത്ത് നടമാടുന്നതിന്റെ ഒന്നാമത്തെ കാരണം ഈ ഹിന്ദു റിവൈവലിസം എന്ന് പറഞ്ഞ് മഹാനായ നമ്മുടെ ആദ്യ പ്രധാനമന്ത്രി നെഹ്റു തടയിട്ട ഹിന്ദു റിവൈവലിസം അഥവാ പുനരുദ്ധാരണമാണ്. ഇത് നമ്മളെപ്പോഴും, ഞാൻ ഉന്നയിച്ച അതേ ആശയം ഞാൻ വീണ്ടും പറയുകയാണ്. ഇത് മൗര്യ സാമ്രാജ്യത്തിന്റെയോ ഗുപ്ത സാമ്രാജ്യത്തിന്റെയോ ബാക്കി പത്രമായ, അല്ലെങ്കിൽ രാമരാജ്യമോ അല്ലെങ്കിൽ രഘുവംശത്തില് ഉള്ള ഭരതന്റെ പേരിൽ അറിയപ്പെടുന്ന ഭാരതമോ അല്ല. ഇത് ബ്രിട്ടീഷ് രാജിന് ശേഷം, കോളനി വാഴ്ചയ്ക്ക് ശേഷം അതിനോടുള്ള നിരന്തരമായ സമരങ്ങളിലൂടെ, കൊടുക്കൽ വാങ്ങലുകളിലൂടെ രൂപപ്പെട്ട നവീനമായ രാജ്യമാണ്. ഈ രാജ്യം ജനാധിപത്യത്തിലും സെക്യുലറിസത്തിലും അധിഷ്ഠിതമാണ്. ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് ഓർക്കേണ്ടതായിട്ടുണ്ട്.
ആൾ ദൈവങ്ങളെ കുറിച്ച് ഞാനൊരു ചെറിയ ആമുഖം മാത്രമാണ് പറഞ്ഞത്. ഭഗവാൻ രജനീഷ് ഓഷോയെ കുറിച്ചും സദ്ഗുരുവിനെ കുറിച്ചും മാതാമൃതാനന്ദമയ്യെ കുറിച്ചും നിത്യാനന്ദയെ കുറിച്ചും അതുപോലെ തന്നെ ഈ ശ്രീ എമ്മിനെ കുറിച്ചും ഒക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഓരോരോ പ്രഭാഷണങ്ങൾ തന്നെ ചെയ്യേണ്ടി വരും. പ്രാഥമികമായിട്ട് ചില ആശയങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും നേരം എന്നെ ശ്രവിച്ച സദസ്സിന് നന്ദി. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ വളരെ ചുരുക്കമായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. നെഹ്റുവിനെ കുറിച്ചാണ് സാറ് ശാസ്ത്രാവബോധത്തിൻ്റെ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞ നെഹ്റു സാറ് തന്നെ പടപ്പാട്ടെന്ന് പറഞ്ഞ ഭഗവത്ഗീതന അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമായിട്ടുള്ള ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ അതിൻ്റെ അവസാനത്തെ പേജിൽ അവസാനത്തെ അധ്യായത്തിൽ വിവരിക്കുന്നത് കാവ്യരത്നം എന്നാണ്. രാമായണവും മഹാഭാരതവും വേദകാലത്തിന് ശേഷമുണ്ടായ രണ്ട് ഇതിഹാസങ്ങളാണെന്നും രണ്ട് വീരപുരുഷന്മാരുടെ കഥകൾ വർണ്ണിക്കുന്ന ദീർഘകാവ്യങ്ങളാണെന്നും ഇവ ഉത്കൃഷ്ടരായ മനുഷ്യരാൽ രചിക്കപ്പെട്ട മഹാഗ്രന്ഥങ്ങളാണെന്നാണ് നെഹ്റു തൻ്റെ മകൾ ഇന്ദിരക്ക് പരിചയപ്പെടുത്തുന്നത്. അവയുടെ വിസ്താരം കൊണ്ട് തനിക്ക് അവയെ പ്രസ്താവിക്കാനായിട്ട് ആ പുസ്തകത്തിൽ അല്ലെങ്കിൽ കത്തുകളിൽ പ്രസ്താവിക്കാൻ സാധ്യമല്ലെന്നും നീ സ്വയം അവയെ വായിക്കുവാനാണ് നെഹ്റു മകൾ ഉപദേശിക്കുന്നത്. ശരി. അപ്പോൾ ഇന്ദിരയുടെ ഒരു സഹചാരിയായിട്ടുള്ള ഒരു ആത്മീയ ഗുരുവിനെ പറ്റി പറഞ്ഞു. ഈ പുസ്തകം ഇന്ദിര സ്വന്തം നിലക്ക് ഈ നെഹ്റു ഉപദേശിച്ച പുസ്തകങ്ങൾ സ്വന്തം നിലക്ക് കൈകാര്യം ചെയ്തതുകൊണ്ട് വന്നൊരു അപജയമായിട്ട് കാണണ്ടേ? ഇന്ദിരാഗാന്ധി എന്തായിരുന്നു ചിന്തിച്ചിരുന്നത്, നെഹ്റു എങ്ങനെയാണ് അവരെ വളർത്തിയിരുന്നത് എന്നുള്ളതിനെ കുറിച്ചൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കതിനെക്കുറിച്ച് കൃത്യമായി ധാരണയില്ലാത്ത വസ്തുക്കൾ നമുക്ക് സ്പെക്കുലേറ്റ് ചെയ്യാൻ പാടില്ല. മഹാത്മാഗാന്ധി വെടിയേറ്റു മരിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ത്യക്ക് എന്ത് സംഭവിക്കുമായിരുന്നു? ഇന്ദിരാഗാന്ധിക്ക് വെടികൊണ്ടില്ലായിരുന്നെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രീയം എന്താകുമായിരുന്നു? ഇങ്ങനെയുള്ള സങ്കല്പ ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം പറയാൻ കഴിയില്ല. പിന്നെ ഭഗവത്ഗീതയെക്കുറിച്ചും ഇതിഹാസങ്ങളെക്കുറിച്ചും നെഹ്റു പറഞ്ഞു. അദ്ദേഹം പറഞ്ഞാൽ എന്താ തെറ്റ്? അത് കാവ്യരത്നമാണ്, ഇതിഹാസമാണ്, വളരെ നല്ല കവികളാൽ എഴുതപ്പെട്ടതാണ്, കഥയാണ്. ശരിയല്ലേ? എവിടെയാണ് നമുക്ക് സംസാരിക്കേണ്ടി വരുന്നത്? ചരിത്രാതീത കാലത്ത്, കാലം ഇനിയും നിർണയിക്കാത്ത ഒരു കാലഘട്ടത്തിൽ പൊട്ടിപ്പുറപ്പെട്ട എഴുതപ്പെട്ട ഒരു കഥ ഇന്ത്യയുടെ നവീന രാഷ്ട്രീയത്തെ, ഇന്ത്യയുടെ ഇന്നത്തെ രാഷ്ട്രീയ പരിസരങ്ങളെ രൂപപ്പെടുത്തുമ്പോഴാണ് നമുക്ക് സംസാരിക്കേണ്ടി വരുന്നത്. രാമായണം ആദികാവ്യമാണ്. 60 രാമായണങ്ങൾ ഉണ്ടായിരുന്നു. രാമകഥ പല രീതിയിൽ പാടപ്പെട്ടിരുന്നു. ഭഗവത്ഗീത വളരെ കാവ്യഭംഗിയുള്ള ഒരു കൃതിയാണ്. അത് രണഗീതമാണ്. ആർക്കാ നഷ്ടം? പക്ഷേ ഇന്ന് ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ നിർണയിക്കുന്ന രീതിയിലേക്ക് രാമന്റെ ജന്മഭൂമിയും നിങ്ങളുടെ ഗീതാ പഠനങ്ങളും ഒക്കെ വളരുമ്പോൾ ഒരു സെക്യുലർ രാജ്യത്ത് നിന്ന്, ഒരു മതേതര രാജ്യത്ത് നിന്ന് അതിനെതിരെ സംസാരിക്കേണ്ടി വരും. അതിനെ കൃത്യതയോടുകൂടി അടയാളപ്പെടുത്തേണ്ടി വരും. അത് കഥകളാണെന്ന് വീണ്ടും ഊന്നി പറയേണ്ടി വരും. അത് നെഹ്റു ഇന്ദിരയ്ക്ക് കത്തയച്ചിരുന്നോ ഇല്ലയോ എന്നുള്ളത് അപ്രസക്തമാണ്. അദ്ദേഹം അയച്ചാലും അയച്ചില്ലെങ്കിലും വസ്തുതകൾ അങ്ങനെ തന്നെയായി തുടരും. താങ്ക് യു സർ. ജസ്റ്റിൻ ഫ്രാൻസിസിന് എസൻസ് ഗ്ലോബൽ വയനാടിന്റെ ഉപഹാരം സമർപ്പിക്കുന്നതിനായി ജയരാജൻ PK സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ജോസ്റ്റിൻ ഫ്രാൻസിസിനെ ക്ഷണിക്കുന്നു.